എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 വർഷം അവസാനിക്കുകയാണ്. മലയാള മാസം ധനു 17-ന് 2026 പുതുവർഷം പിറക്കുകയാണ്. വ്യാഴാഴ്ചയാണ് ഇത് വരുന്നത്. ശുഭ നിത്യയോഗത്തിലാണ് പുതുവർഷം പിറക്കുന്നത്. 2026 ജനുവരി 2-ന് മിഥുനൻ രാശിയിൽ വ്യാഴവും ചന്ദ്രനും സംയോജിച്ച് ഗജകേസരി യോഗം ഉണ്ടാവുന്നുണ്ട്. ഇത് ചില രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും തൊഴിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ശത്രുനാശവും ഉണ്ടാക്കുന്നുണ്ട്. ചില നക്ഷത്രക്കാർക്ക് 2026 ധനരാജയോഗങ്ങൾ പോലുള്ള ശുഭയോഗങ്ങളും ഉണ്ടാവുന്നുണ്ട്. ചില നക്ഷത്രക്കാർക്ക് ഏഴര ശനിയും കണ്ടകശനിയും 2025-ലേതുപോലെ തന്നെ തുടരുന്നുമുണ്ട്. 2026 ജൂൺ 2-ലെ വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള രാശിമാറ്റമാണ് 17ഓളം നക്ഷത്രക്കാർക്കും നാളുകാർക്കും ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും നൽകുന്നത്. ശനി ഈ വർഷം മീനൻ രാശിയിൽ തന്നെ തുടരുകയാണ്. രാഹുവും കേതുവും വർഷത്തിൻ്റെ അവസാനം ഡിസംബറോടെ രാശി മാറുന്നുണ്ട്. ധാരാളം ഗ്രഹമൗഢ്യങ്ങളും 2026 സംഭവിക്കുന്നുണ്ട്. കുജനും ബുധനും വ്യാഴവും ശുക്രനും ഒക്കെ മൗഢ്യം സംഭവിക്കുന്നുണ്ട്. അത് ഓരോ രാശികളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും നമുക്ക് നോക്കാം. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 2026-ലെ 27 നക്ഷത്രങ്ങളുടെയും പൊതുഫലം ഇവിടെ പറയുന്നത്. ഓരോ നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരിക്കും. നക്ഷത്രഫലം പറയുന്നത് പൊതുവായ ഒരു രൂപരേഖ മാത്രമാണ്. ഉദാഹരണമായി ചിത്ര നക്ഷത്രം എടുക്കാം. ചിത്ര കന്നിക്കൂറുകാർക്ക് കണ്ടകശനിക്കാലമാണ് 2026 മുഴുവൻ. ചിത്ര നക്ഷത്രം തുലാക്കൂറുകാർക്കാവട്ടെ കണ്ടകശനി അല്ലതാനും. ഇനി കന്നിക്കൂറുകാരിൽ ഒരാൾക്ക് ജാതകത്തിൽ ശനി ബലവാനായി ഇഷ്ടരാശികളിലൊന്നിൽ നിൽക്കുകയും അയാൾ കർമ്മഗുണമുള്ള ആൾ ആവുകയും ചെയ്യുകയാണെങ്കിൽ അയാളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഇതേ നക്ഷത്രം വരുന്ന മറ്റൊരാൾക്ക് ശനിയുടെ പരീക്ഷണ കാലഘട്ടം. ഒരു 1000 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും പല വിധത്തിലായിരിക്കും ശനിയുടെ പരീക്ഷണങ്ങൾ ഉണ്ടാവുക. വിശദമായ ജാതക പരിശോധനയിലൂടെ മാത്രമേ ഓരോ വ്യക്തിയുടെയും ഭാവി വർത്തമാനങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിക്കുകയുള്ളൂ. 2026-ലെ 27 നക്ഷത്രങ്ങളുടെയും പൊതുവായ ഫലങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രത്തിൻ്റെ 2026-ലെ പൊതുവായ ഫലം നമുക്ക് എന്താണെന്ന് നോക്കാം. കുതിരയുടെ മുഖത്തിൻ്റെ ആകൃതിയുള്ള നക്ഷത്ര സമൂഹമാണ് അശ്വതി നക്ഷത്രം. അശ്വിനി കുമാരന്മാരാണ് ദേവത. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. പുരുഷ നക്ഷത്രമാണിത്. അശ്വതി നക്ഷത്രത്തിന് 2026 പിറക്കുമ്പോൾ 3-ൽ വ്യാഴവും 5-ൽ കുജനും 8-ൽ ചന്ദ്രനും ഭാഗ്യസ്ഥാനമായ 9-ൽ കുജനും ബുധനും കർമ്മസ്ഥാനമായ 10-ൽ രവിശുക്രന്മാരും 11-ൽ രാഹുവും 12-ൽ ശനിയുമാണ് ഉള്ളത്. ജൂൺ മാസത്തോടെ വ്യാഴം കുടുംബസ്ഥാനത്തേക്ക് ശുഭസൂചനകൾ നൽകി മാറുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റമാണ്. ഏഴര ശനി വർഷം മുഴുവൻ തുടരുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലകളിൽ പതുക്കെ ശനിയുടെ നിയന്ത്രണങ്ങൾ പ്രകടമാകാൻ തുടങ്ങുന്ന വർഷമാണിത്. വലിയ പദ്ധതികളിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ജാതക പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ജൂൺ മാസം ആരംഭത്തോടെ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ വസ്തുക്കളും വാഹനങ്ങളും വാങ്ങും. ശരീരത്തിനും മനസ്സിനും ചൂട് പിടിപ്പിക്കുന്ന പല സാഹചര്യങ്ങളിലൂടെയും വർഷാരംഭത്തിൽ കടന്നു പോകാൻ ഇടവരും. സംയമനത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. മനഃശാന്തിക്കായി ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ചകളിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. ശിവഭഗവാന് ധാര സമർപ്പിക്കുക. ജൂൺ മാസത്തോടെ കാര്യങ്ങൾ അനുകൂലമാകുന്നത് കാണാൻ കഴിയും. വർഷത്തിൻ്റെ 2ാം പകുതി ഈശ്വരാധീനം കാണുന്നു. സന്താനങ്ങൾ കാരണം ചില ബുദ്ധിമുട്ടുകളും ചിലവുകളും ഈ വർഷം വർദ്ധിക്കും. അവരെ കുറ്റപ്പെടുത്താതെ സമയപ്പിഴ കൊണ്ടാണിതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ജോലി ആവശ്യങ്ങൾക്കുമായി ലോൺ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അതിൽ കഷ്ടനഷ്ടങ്ങൾ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എങ്ങനെയായാലും കാശ് ചെലവുള്ള വർഷമായിരിക്കും 2026. ജാമ്യം നിൽക്കുമ്പോൾ മാത്രം അല്പം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ വർഷം അനുഭവങ്ങളുടെ ഒരു വർഷം കൂടിയാവാനാണ് സാധ്യത. സന്താനഭാഗ്യം, വാഹനഭാഗ്യം, പുതിയ ഗൃഹം അല്ലെങ്കിൽ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള കാലം കൂടിയാണിത്. വർഷാരംഭത്തിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാവുമെങ്കിലും മാർച്ച് മാസത്തോടെ അതൊക്കെ പരിഹരിക്കപ്പെടുകയും വർഷാവസാനത്തോടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാവുകയും ചെയ്യും.
ജോലി സംബന്ധമായും വ്യാപാര സംബന്ധമായും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് വർഷം മുഴുവനും. വ്യാപാരം വ്യാപിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ജാതക പരിശോധന നടത്തിയതിനു ശേഷമേ അതിന് മുതിരാവൂ. ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും പെട്ടെന്ന് ഫലപ്രാപ്തി കാണിക്കില്ല. ജോലി സംബന്ധമായ അലച്ചിൽ കൂടാൻ സാധ്യതയുണ്ട്. പൊതുവിൽ ജോലി സംബന്ധമായും വരുമാനം സംബന്ധിച്ചും ശ്രദ്ധിക്കേണ്ട വർഷമാണ് 2026. സഹോദര സ്ഥാനീയർക്ക് ചില കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സമയം കൂടിയാണിത്. അപകടങ്ങളും അതുവഴി ഉണ്ടാകുന്ന ദുരിതങ്ങളും നേരിടേണ്ടി വന്നേക്കാം. സഹോദര സ്ഥാനീയരുമായി വാക്തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. ചിലവുകൾ സാമ്പത്തിക ഭദ്രതയെ താറുമാറാക്കുന്ന തരത്തിലാകുന്നുണ്ടെങ്കിൽ പരിഹാരമായി ശനിയാഴ്ച വ്രതം വർഷം മുഴുവനും ശീലമാക്കുക. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. ദൂരസ്ഥലത്തേക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ ഉണ്ടാവാം. വർഷാവസാനത്തോടെ കാര്യങ്ങൾ കൈപ്പിടിയിലാകും. പൊതുവെ അല്പം ധൃതി കൂടിയ നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം പ്രതികരിക്കാനും ജാമ്യം നിൽക്കുവാനുമുള്ള സമയമാണിതെന്ന് മനസ്സിലാക്കുക. ധൃതി പിടിച്ച് കുഴിയിൽ ചാടാതെ ശ്രദ്ധിക്കുക. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പണ്ഡിതരും സ്ഥായിയായ സ്വഭാവമുള്ളവരും കുടുംബത്തിൽ പ്രധാനിയും ആത്മവിശ്വാസം കൂടിയവരും ആളുകളുടെ ബഹുമാനം ലഭിക്കുന്നവരും ആയിരിക്കുമെന്ന് ഹോരശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. കാർത്തിക, പുണർദം, മകയിരം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുമായി ഈ വർഷം വ്യാപാര ബന്ധങ്ങളിലോ കൂട്ടുകൂടുകയോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ കരാറുകളോ പുതിയ സംരംഭങ്ങളോ തുടങ്ങുന്നതും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. 2026 പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് 7.5 ശനി തുടരുന്ന കാലമാണ്. ജൂൺ മാസം വരെ മനസ്സുഖം കുറയാൻ സാധ്യതയുണ്ട്. വർഷാവസാനത്തോടെ കാര്യങ്ങൾ ശരിയാകും. ചിലവുകൾ നിയന്ത്രിക്കുക. സഹോദര ഗുണവും കുടുംബത്തിൽ മംഗള കർമ്മങ്ങളും കാണുന്നു. ദോഷങ്ങൾ അകറ്റാൻ ശനിയാഴ്ച വ്രതം എടുക്കുക. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ധാര സമർപ്പിക്കുക. അടുത്തതായി 2026 ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളെക്കുറിച്ച് നോക്കാം. മേടക്കൂറിൽപ്പെട്ട നക്ഷത്ര സമൂഹമാണ് ഭരണി. ധീരതയും ബുദ്ധിസാമർഥ്യവും കലാവാസനയുള്ളവരും ആയിരിക്കും ഭരണിക്കാർ. ഇവരുടെ ദേവത യമനാണ്. നക്ഷത്രാധിപൻ ശുക്രൻ. മൃഗം ആനയാണ്. പക്ഷി പുള്ള് ആണ്. മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണിത്. മാതാവിൽ നിന്നും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണിത്. മാതൃസ്വത്ത് വീതം വെക്കുകയോ വർഷങ്ങളായി ഡെപ്പോസിറ്റായി കിടന്നിരുന്ന ധനം വീതം വെച്ച് കിട്ടുകയോ ചെയ്യാം. ചില സുഹൃത്ത് ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെടാം. അത് താൽക്കാലികം മാത്രമായിരിക്കും. വർഷാരംഭത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. ആരോഗ്യ കാരണങ്ങൾക്ക് ചെലവുകളും കൂടും. ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ ആശ്വാസമായിരിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷാരംഭത്തിൽ അത്ര നല്ല സമയമല്ല. എങ്കിലും അവസരങ്ങൾ മുന്നിലുണ്ടാവും. നല്ല സമയമല്ല എന്ന് കരുതി പോകാതിരിക്കുകയും വേണ്ട. വിദേശത്തെത്തിയാലും കാര്യങ്ങൾ പതുക്കെ ശരിയായിക്കൊള്ളും. അവസരങ്ങൾ ഒരിക്കലേ മാടി വിളിക്കുകയുള്ളൂ എന്നോർക്കണം. സമയം അനുകൂലമല്ല എങ്കിൽ ചില കഷ്ടതകൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. ഭരണി നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ മാതാവുമായും സഹോദര സ്ഥാനീയരുമായോ ഭാര്യ ഭർത്താക്കന്മാരായോ വർഷാരംഭത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. വാക്സാമർത്ഥ്യം പ്രകടിപ്പിക്കുമെങ്കിലും അത് തർക്കിക്കാൻ ഉപയോഗിക്കരുത്. മിതത്വം പാലിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാം. ജൂൺ ജൂലൈ മാസം ആകുന്നതോടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയും കുടുംബ ഐക്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. വലിയ കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക. കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനകൾ ചെയ്യുക. ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു വർഷമാണ് 2026. അത് മനസ്സിലാക്കി മനസ്സിനെ പാകപ്പെടുത്തി വെക്കുക. അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഫലം ലഭിക്കണമെന്നും ഇല്ല. അലച്ചിലും ചിലവുകളും കൂടാം. ജോലി സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും. 7.5 ശനി തുടരുന്നതിനാൽ ശത്രുദോഷങ്ങളും രോഗപീഠയും ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തവും സാമ്പത്തിക ക്ലേശങ്ങളിൽ അകപ്പെടാം. ശനി ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിച്ച് അതിന് വേണ്ട വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്യുക. പൂർണ്ണ മുക്തി ഉണ്ടാവില്ലെങ്കിലും ആശ്വാസം ലഭിക്കുന്നതാണ്. ശനിയാഴ്ച ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നീരാഞ്ജനവും എണ്ണയും സമർപ്പിക്കുക. വലിയ പ്രതിസന്ധികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വർഷം മുഴുവനും ശനിയാഴ്ച വ്രതം ശീലമാക്കുക. ശിവക്ഷേത്ര ദർശനവും ദോഷങ്ങൾ കുറക്കും. വീട് വിട്ടു നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും.
കൃഷിയിൽ നിന്നും വിചാരിച്ച അത്ര ലാഭം ലഭിക്കണമെന്നില്ല. എന്ന് മാത്രമല്ല ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും. ഈശ്വരാധീനത്താൽ അവയെ നേരിടാനുള്ള കരുത്ത് ഉണ്ടാവുകയും ചെയ്യും. വ്യാഴം സർവ്വ ഐശ്വര്യദായകനായി വർഷാവസാനത്തോടെ ഭരണി നക്ഷത്രക്കാർക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്. പൂർണ്ണമായും സത്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. കുടുംബത്തിൽ നേതൃസ്ഥാനം അല്ലെങ്കിൽ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതായി വരുന്ന വർഷമാണ് 2026. ഭരണി നക്ഷത്രക്കാർക്ക് വാഹനങ്ങൾ വാങ്ങുവാനുള്ള സമയവും ഗൃഹനിർമ്മാണത്തിനുള്ള സമയവുമാണിത്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. ശസ്ത്രക്രിയകൾക്കുള്ള ചില സൂചനകൾ ഈ വർഷം കാണുന്നുണ്ട്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. എങ്കിലും ശ്രദ്ധിച്ചാൽ അതിൻ്റെ വ്യാപ്തി കുറക്കുവാനോ അതിനെ നേരിടുവാനുള്ള ശക്തി സംഭരിക്കുവാനോ പറ്റും. ഭരണി നക്ഷത്രക്കാർ പൊതുവെ സുഖം തേടി അലയുന്നവരും പരിശ്രമശാലികളും കാര്യസാധ്യത്തിന് എങ്ങനെയും പ്രവർത്തിക്കുന്നവരുമാണ്. ഹോരശാസ്ത്രത്തിൽ ഭരണി നക്ഷത്രക്കാരെ പറയുന്നത് ചഞ്ചല ചിത്തരും സ്ത്രീവിഷയ തൽപരരും ആത്മാഭിമാനമുള്ളവരും ധൈര്യവാനും സുഹൃത്തുക്കളെ സഹായിക്കുന്നവനും ദീർഘായുസ്സുള്ളവനും ആയിട്ടാണ്. ഇനി മൊത്തത്തിൽ 2026 ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വർഷാരംഭത്തിൽ 7.5 ശനിയുടെ കഷ്ടതകൾ ആരോഗ്യത്തിലും തൊഴിൽ മേഖലയിലും പ്രതിഫലിക്കും. സഹോദര സ്ഥാനീയരുമായും കുടുംബത്തിലും സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകും. ജൂലൈ മാസത്തോടെ കാര്യങ്ങൾ കൈപ്പിടിയിലാകും. യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. അലച്ചിലും ചിലവുകളും വർഷം മുഴുവനും ഉണ്ടാവും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് മുന്നേ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിച്ചറിയുക. ഭാഗ്യസ്ഥാനത്തുള്ള രാഹു കാര്യങ്ങൾ അനുകൂലമാക്കും. 11-ൽ രാഹുവിന് ഇഷ്ടസ്ഥാനമാണ്. ഗ്രഹനിലയിൽ രാഹുവിൻ്റെ സ്ഥാനം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പൊതുവെ ആദ്യത്തെ 6 മാസം പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരിക്കും. അടുത്തതായി വേദജ്യോതിഷത്തിലെ 3ാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയാണെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യൻ ആണ്. രാശ്യാധിപന്മാർ കുജ ശുക്രന്മാർ ആണ്. മേടം രാശിയിലും ഇടവൻ രാശിയിലുമാണ് കാർത്തിക നക്ഷത്ര സമൂഹം സ്ഥിതി ചെയ്യുന്നത്. കാർത്തിക 1-ാം പാദം മേടൻ രാശിയിലും ഒടുവിലത്തെ 3 പാദം ഇടവൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരുടെ ദേവത അഗ്നിയാണ്. അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക 1-ാം പാദം മേടൻ രാശിയിലും ഒടുവിലത്തെ 3 പാദം ഇടവൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും വിദേശത്ത് കുടിയേറുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കേണ്ടതുമായ വർഷമാണ് 2026. വർഷത്തിൻ്റെ ആരംഭഘട്ടത്തിൽ പ്രയാസങ്ങളും അലച്ചിലും നിറഞ്ഞതായിരിക്കും. ധനനാശവും വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നു കഷ്ടനഷ്ടങ്ങളും ബന്ധുജന വിരോധവുമാണ് വർഷാരംഭത്തിലെ ഫലം. ലോണുകൾക്ക് ജാമ്യം നിൽക്കാതെ ശ്രദ്ധിക്കുക. മാർച്ച് മാസത്തോടെ മനസ്സമാധാനം വീണ്ടും കിട്ടുകയും ദൂരദേശ സഞ്ചാരവും തീർത്ഥയാത്രയ്ക്കുള്ള യോഗവും ഉണ്ടാവും. കാർത്തിക നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഈ വർഷം പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അവരുടെ പഠനത്തിലായാലും കൂട്ടുകെട്ടിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ഇത് വർഷം മുഴുവൻ ഉള്ള ഫലമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ദീർഘയാത്രകളും വിദേശയാത്രകളും ഈ വർഷം സുനിശ്ചിതമാണ്. ജൂൺ മാസം ആരംഭത്തോടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കുടുംബ കൂട്ടായ്മകളും ഉണ്ടാവും. ഗവൺമെൻറ് മേഖലകളിൽ നിന്നും മുടങ്ങിക്കിടക്കുന്ന സഹായങ്ങൾ ലഭിക്കും. കുടുംബസ്വത്തിൽ നിന്നും അവിചാരിതമായ വരുമാനം ലഭിക്കുവാനുള്ള യോഗവും ഉണ്ട്. വർഷാവസാനത്തോടെ സന്താനങ്ങളെക്കൊണ്ട് ചില ക്ലേശങ്ങൾ ഉണ്ടായേക്കാം. അതു കാരണം മനസ്സമാധാന നഷ്ടവും അലച്ചിലും ഉണ്ടാവും. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാര്യപ്രതിബന്ധവും പണനഷ്ടവും അനാവശ്യ ചെലവുകളും ആരോഗ്യ ഉപദ്രവങ്ങളും ഫലമാകുന്നു. കാർത്തിക 1-ാം പാദക്കാർക്ക് 7.5 ശനിക്കാലം തുടരുന്നുണ്ട്. അവർ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഗുരുസ്ഥാനീയരുമായും എക്സ്പേർട്ടുകളുമായും കൂടിയാലോചനകൾ നടത്തുന്നത് നല്ലതായിരിക്കും. കാർത്തിക ബാക്കിയുള്ളവർക്ക് ശനി 11-ലാണ്. 11-ലെ ശനി സമ്പത്ത് കൊണ്ടുവരും. ഇത് വ്യാപാരം വിപുലീകരിക്കുവാനുള്ള സമയമാണ്. സമൂഹത്തിൽ ഉന്നത സ്ഥാനം കൈവരിക്കുന്നതിനും നേതൃസ്ഥാനത്തേക്ക് ഉയരുന്നതിനും ഉത്തമമായ സമയമാണിത്. ഗവൺമെൻറ് ജോലി കാത്തുകിടക്കുന്ന കാർത്തിക 3-ാം പാദക്കാർക്ക് നല്ല സമയമാണിത്. സ്ഥിര വരുമാനത്തിനുള്ള കാലമാണിത്. അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുവാനുള്ള സമയം. ഇനി കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള രൂപം നോക്കാം. വർഷാരംഭത്തിൽ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ജൂൺ മാസത്തോടെ ദൈവാനുഗ്രഹത്താൽ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കളിയാടും.
സന്താനങ്ങളുടെ കാര്യത്തിൽ വർഷം മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ സന്താനങ്ങളുടെ പേരിൽ പായസം വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. വിശാഖം, മൂലം, പൂരാടം നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും അവരുമായി ബിസിനസ്സുകൾ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നാളുകൾ വരുന്ന ദിവസം പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക. കാർത്തിക 1-ാം പാദക്കാർ ശനിദോഷ നിവാരണത്തിനായി ശിവക്ഷേത്രങ്ങളോ ശാസ്താക്ഷേത്രങ്ങളോ സന്ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തുക. ശിവന് ധാര വഴിപാടും ശാസ്താവിന് എള്ളും എണ്ണയും സമർപ്പിക്കുക. അടുത്തതായി നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ 2026 പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്ര സമൂഹമാണിത്. സൗന്ദര്യം, കുലീനത, മുൻകോപം, കാരുണ്യം, പ്രകൃതി സ്നേഹം ഇവയൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ. ഇവർക്ക് പ്രതികൂലമായ നാളുകൾ തിരുവാതിര, പൂയം, മകം, മൂലം, പൂരാടം, ഉത്രാടം എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി കൂട്ടുകൂടുമ്പോഴും ഇവരുമായി കൂട്ടു ബിസിനസ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് അനുകൂലമായ നിറം വെളുപ്പ്, ചന്ദന നിറം എന്നിവയാണ്. ഇവരുടെ ദേവത പ്രജാപതി അഥവാ ബ്രഹ്മാവ് ആണ്. നക്ഷത്രാധിപൻ ചന്ദ്രൻ ആണ്. ഇവരുടെ മൃഗം പാമ്പ് ആണ്. പക്ഷി പുള്ള് ആണ്. മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ നക്ഷത്രമാണ് രോഹിണി. പൊതുവെ ആളുകളോട് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്ന ആൾക്കാരല്ല രോഹിണി നക്ഷത്രക്കാർ. എന്നാൽ ഇവരുടെ സൗഹൃദ വലയത്തിൽ ഇവർ പ്രശസ്തരായിരിക്കുകയും ചെയ്യും. 2026 ഇവർക്ക് ആരംഭിക്കുന്നത് ശുഭസൂചകങ്ങളായ വാർത്തകളുമായിട്ടായിരിക്കും. അല്ലെങ്കിൽ 2025 അവസാനത്തോടെ അവ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ആഹ്ലാദകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും 2026 മധ്യകാലം വരെ. പുതിയ ജോലിയോ ധനാഗമ മാർഗങ്ങളോ തുറന്നു കിട്ടും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്നവർക്ക് ആശ്വാസത്തിൻ്റെ നാളുകളാണ്. ശരിയായ രീതിയിലുള്ള പരിചരണം 2025 ഡിസംബറിൻ്റെ ആദ്യ നാളുകളിലേ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടാവും. കുടുംബ ബന്ധങ്ങളിലും ബന്ധുജനങ്ങളോട് ഇടപഴകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വർഷം മുഴുവനും കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയരോട് സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായേക്കാം. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഗൃഹം മോടി പിടിപ്പിക്കുമ്പോഴും അമിതമായ സാമ്പത്തിക നഷ്ടം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ സൂര്യൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത്. ദാമ്പത്യ ക്ലേശങ്ങളെല്ലാം അകലുന്ന വർഷമാണിത്. സമാധാനപൂർണമായ ദാമ്പത്യ ജീവിതത്തിനുതകുന്ന ചാരഫലങ്ങളാണ് വർഷം മുഴുവനും. കർമ്മമേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ വർഷാവസാനത്തോടെ നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബറിൻ്റെ തുടക്കത്തോടെ പരിഹരിക്കപ്പെടുന്നതാണ്. 2025 കർമ്മമേഖലയിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ അവസാനത്തോടെ മോചനം പ്രതീക്ഷിക്കാം. കർമ്മമേഖലയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന രാഹുവിൻ്റെ മാറ്റങ്ങൾ അത് പ്രകടമാക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നേരിടുന്നവർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക. പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് വർഷാരംഭം നല്ല തുടക്കമാണ് നൽകുന്നത്. വർഷത്തിൻ്റെ മധ്യം ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം. എങ്കിലും വർഷാവസാനം കാർമേഘങ്ങളൊക്കെ അകലുകയും കർമ്മമേഖല പുഷ്ടിപ്പെടുകയും ചെയ്യുന്നുണ്ട്. കർമ്മമേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പാൽപ്പായസം നിവേദിക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല ഫലമാണ് ചാരവശാൽ 2026 പറയാനുള്ളത്. അടുത്തതായി നമുക്ക് മകയിരം നക്ഷത്രത്തിൻ്റെ 2026 ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടവൻ രാശിയിലും മിഥുനം രാശിയിലും വ്യാപിച്ച് കിടക്കുന്ന നക്ഷത്ര സമൂഹമാണ് മകയിരം നക്ഷത്രം. ജ്യോതിശാസ്ത്രത്തിലെ 5ാമത്തെ നക്ഷത്രമാണിത്. ഇരട്ട മുഖമുള്ള നക്ഷത്രക്കാരെന്ന് ഇവർക്ക് പൊതുവേ ഒരു വിശേഷണമുണ്ട്. അത് ഇവരുടെ ദ്വിമുഖ സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പവിഴമാണ് ഇവരുടെ അനുകൂലമായ രത്നം. ഇവരുടെ ഭാഗ്യനിറം ചുവപ്പാണ്. അല്പം സ്വാർത്ഥമതികളായ നക്ഷത്രമാണിത്. ജീവിതം സുഖിക്കാൻ മാത്രം എന്ന ചിന്താഗതി വച്ചു പുലർത്തുന്നവരാണ് ഇവരിൽ കൂടുതലും. ഇവരുടെ ദേവത ചന്ദ്രൻ ആണ്. മൃഗം പാമ്പ് ആണ്. പക്ഷി പുള്ള് ആണ്. വൃക്ഷം കരിങ്ങാലിയാണ്. ഒരു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് മകയിരം നക്ഷത്രം. സ്ത്രീ യോനി നക്ഷത്രമാണിത്. ചിഹ്നം മാനിൻ്റെ തലയാണ്. മകയിരം നക്ഷത്രക്കാർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ പുണർദം, ആയില്യം, പൂരം
എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും ഈ നാളുകളിലും പ്രത്യേകം ശ്രദ്ധ വച്ച് പുലർത്തേണ്ടതാണ്. മകയിരം നക്ഷത്രക്കാർക്ക് 2025 എങ്ങനെയായിരുന്നുവോ അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും 2026 തുടക്കത്തിലും. ധനാഗമ മാർഗങ്ങൾ പലതും തുറന്നു കിട്ടും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് പരിഹാരം ഈ വർഷത്തിൽ ഉണ്ടാകും. ഭാര്യയുടെ പൂർവിക സ്വത്ത് ഭാഗം വെച്ച് കിട്ടാനോ ഭാര്യയ്ക്ക് ഉദ്യോഗക്കയറ്റം വഴിയുള്ള സാമ്പത്തിക നേട്ടമോ പ്രതീക്ഷിക്കാം. തുടങ്ങിവെച്ച പല കാര്യങ്ങളും വേഗത്തിൽ തീർക്കുവാൻ കഴിയും. അത് ഗൃഹനിർമ്മാണമായാലും ബിസിനസ് സംരംഭങ്ങളായാലും വിവാഹ കാര്യങ്ങളായാലും ദൈവാനുഗ്രഹം ഉള്ള വർഷമാണ് 2026. ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന വർഷം കൂടിയാണിത്. വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും പ്രതീക്ഷയേകുന്ന ചാരഫലങ്ങളാണ് ഈ വർഷം. വ്യാഴം വർഷത്തിൻ്റെ പകുതിയോളം ശുഭസ്ഥാനത്ത് തുടരുന്നുണ്ട്. റിസർച്ച് ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ പഠിക്കുന്നവർക്ക് മുന്നോട്ടുള്ള ഊർജം എന്നത്തേക്കാളും കൂടുതൽ ലഭിക്കുന്ന കാലമാണിത്. മകയിരം നക്ഷത്രം സഹോദരീ സ്ഥാനീയരുമായും അടുത്ത സുഹൃത്തുക്കളുമായും കലഹങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കണം. അവിഹിതമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതെയും തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് പറ്റാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. വർഷാരംഭത്തിൽ അതിനുള്ള പ്രലോഭനങ്ങൾ ധാരാളം ഉണ്ടായേക്കാം. ദാമ്പത്യ മേഖല വർഷാരംഭത്തിൽ അല്പം ഉഷ്ണിക്കുമെങ്കിലും ക്രമേണ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ സമാധാനം കൈവരികയും ചെയ്യും. കർമ്മമേഖലയിലെ പ്രതിസന്ധികൾ ഈ വർഷവും തുടരും. മകയിരം 2ാം പാദക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കർമ്മമേഖലയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നവർ നിർബന്ധമായും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. സർവേശ്വരനായ ലഗ്നത്തിലെ വ്യാഴം തടസ്സങ്ങൾ നേരിടുവാനുള്ള കരുത്ത് നൽകുമെങ്കിലും വലിയ വെല്ലുവിളികൾ വരികയാണെങ്കിൽ നേരിടുവാൻ മനസ്സ് പാകപ്പെടുത്തി വെക്കുക. ജൂൺ ജൂലൈ മാസങ്ങളോടെ അപ്രതീക്ഷിത സഹായങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും. വർഷാവസാനം ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ്. രക്തജന്യമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത നേട്ടങ്ങളും അതേ തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ഈ വർഷത്തിലുണ്ടാവും. ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുക. ശനിയാഴ്ച വ്രതം വർഷം മുഴുവൻ അനുഷ്ഠിക്കുക. ശേഷം ശുഭകരമാണ്. അടുത്തതായി നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2026 പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജ്യോതിഷത്തിലെ 6ാമത്തെ നക്ഷത്രമാണിത്. ജ്ഞാനം, ആകർഷകമായ സംഭാഷണം, പിടിവാശി, കൃതജ്ഞത, സംശയാസ്പദമായ പെരുമാറ്റം ഇവയൊക്കെയാണ് ഇവരുടെ പൊതു സ്വഭാവം. ഇവരുടെ ദേവത രുദ്രൻ ആണ്. നക്ഷത്രാധിപൻ രാഹു ആണ്. പക്ഷി ചെമ്പോത്ത് ആണ്. വൃക്ഷം കരിമരമാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ യോനി നക്ഷത്രമാണ് തിരുവാതിര. ഇവരുടെ ചിഹ്നം വജ്രമാണ്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം എന്നിവയാണ്. ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങളോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഒഴിവാക്കുക. ഈ നക്ഷത്രക്കാരുമായി കൂട്ടുകൂടുമ്പോഴും വ്യാപാരത്തിൽ ഏർപ്പെടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. തൻ്റെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ വർഷം മുഴുവൻ അലട്ടിയേക്കാം. മേലുദ്യോഗസ്ഥരുമായോ വീട്ടിലെ മുതിർന്നവരുമായോ കലഹിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവും. 2025 അവസാന കാലം എങ്ങനെയാണോ അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും 2026 ജൂൺ മാസം വരെ. കർമ്മ മേഖലയിൽ പുതിയ സംരംഭങ്ങൾക്ക് വർഷാരംഭത്തിൽ മുതിരാതിരിക്കുക. കർമ്മ മേഖലയിലും ജോലിസ്ഥലങ്ങളിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. വർഷാരംഭത്തിൽ കർമ്മമേഖല അല്പം ഉഷ്ണിച്ചേക്കാം. പ്രയാസകരമായ അവസ്ഥയാണെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തി തിങ്കളാഴ്ചകളിൽ ഭഗവാനെ ധാര സമർപ്പിക്കുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പാർട്ണർമാരുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടും. കലഹങ്ങൾ ഉണ്ടാവാം. ചാരവശാലുള്ള ഈ ഫലങ്ങൾ മനസ്സിലാക്കി വേണം അവരോട് ഇടപഴകുവാൻ. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. ഇത് മാനസിക സംഘർഷത്തിന് കാരണഹേതുവാകാനും മതി. വിദ്യാർത്ഥികളും ജോലി അന്വേഷകരും കഠിനാധ്വാനം ചെയ്യേണ്ട വർഷമായിരിക്കും 2026. അഭീഷ്ടകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിച്ചെടുത്ത് തന്നെ എത്തുകയും ചെയ്യുന്നതാണ്. പട്ടാളം, പോലീസ്, മറ്റു സൈനിക യൂണിഫോമിൽ ജോലി ചെയ്യുന്നവർക്ക് ബഹുമതികളോ അവാർഡുകളോ ലഭിക്കുവാനുള്ള സാധ്യതയുള്ള വർഷമാണിത്. ഈ നക്ഷത്രക്കാരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലങ്ങൾ വർഷത്തിൻ്റെ മധ്യത്തോടെ ലഭിച്ചു തുടങ്ങുന്നതാണ്. വർഷാവസാനം ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്.
വർഷം മുഴുവനുമുള്ള അലച്ചിലും കഠിനാധ്വാനത്തിൻ്റെയും ദോഷവശങ്ങൾ വർഷാവസാനത്തോടെ പ്രതിഫലിക്കുന്നതാണ്. നവംബർ ഡിസംബർ മാസങ്ങളാകുമ്പോഴേക്കും ആരോഗ്യം ക്ഷയിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. കണ്ടകശനിയുടെ സ്വാധീനമുള്ള വർഷമാണ് 2026 എന്ന് തിരുവാതിര നക്ഷത്രക്കാർ ഓർക്കുക. എല്ലാ മാസവും നക്ഷത്രം വരുന്ന ദിനം ക്ഷേത്രദർശനം നടത്തുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ശിവക്ഷേത്ര ദർശനവും ഭഗവാന് ധാരയും സമർപ്പിക്കുക. വ്യാഴം വർഷം മുഴുവനും അനുകൂലമാണ് എന്ന് ഓർക്കുക. വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക. ശേഷം ശുഭമാണ്. അടുത്തതായി പുണർദം നക്ഷത്രത്തിൻ്റെ 2026 ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലുമായി കിടക്കുന്ന നക്ഷത്ര സമൂഹമാണ് പുണർദം നക്ഷത്രം. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണിത്. ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമാണ്. വളരെ ബുദ്ധിശാലികളും വിശാല ഹൃദയരും ധർമ്മിഷ്ഠരുമാണ് ഇക്കൂട്ടർ. ധാർമ്മിക ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ. നക്ഷത്രാധിപൻ ദേവഗുരുവായ ബൃഹസ്പതിയാണ്. ദേവത അതിഥിയാണ്. സത്യസന്ധതയും യുക്തിബോധവും ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ ആയില്യം, പൂരം, അത്തം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിവയൊക്കെയാണ്. ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. പുണർദം നക്ഷത്രക്കാർക്ക് രക്തജന്യമായ രോഗങ്ങളോ ശ്വാസസംബന്ധമായ രോഗങ്ങളോ വേഗത്തിൽ പിടിപെടാവുന്ന വർഷമാണ് 2026. മഞ്ഞ പുഷ്യരാഗമാണ് ഇവർക്ക് അനുകൂലമായ രത്നം. അനുകൂലമായ നിറം മഞ്ഞയും ക്രീം നിറവുമാണ്. പുണർദം നക്ഷത്രക്കാരുടെ മൃഗം പൂച്ചയാണ്. വൃക്ഷം മുളയാണ്. ഭൂതം ജലമാണ്. സ്ത്രീ യോനിയാണ് ഈ നക്ഷത്രത്തിന്. ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം വില്ലും ആവനാഴിയുമാണ്. ഗുണദോഷ സമ്മിശ്രം എന്ന് പൊതുവെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിലും 2025 അവസാനം എങ്ങനെയാണോ അതുതന്നെയായിരിക്കും 2026 തുടക്കത്തിലും. വ്യാപാര സംബന്ധമായും ജോലി സംബന്ധവുമായ ക്ലേശങ്ങൾ ഈ വർഷവും തുടരും. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങൾ അലച്ചിലും കഷ്ടനഷ്ടങ്ങളും ഫലം. പതുക്കെ എല്ലാം ശരിയാകുന്നതാണ്. ജൂൺ മാസത്തോടെ അപ്രതീക്ഷിത ലാഭങ്ങളും ധനനേട്ടങ്ങളും ഉണ്ടാവും. വർഷാവസാനം വീണ്ടും ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. പുണർദം മിഥുനക്കൂറുകാർക്ക് കണ്ടകശനിക്കാലം തുടരുകയാണ്. അവർ ശനിയാഴ്ച വ്രതവും ശിവഭജനവും നടത്തുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വ്യാഴം ഈ വർഷം മുഴുവനും അനുകൂല സ്ഥാനത്താണ്. അതിൻ്റെ ഗുണഗണങ്ങൾ തീർച്ചയായും കിട്ടുകയും ചെയ്യും. ശത്രുദോഷങ്ങളെ അതിജീവിക്കും. വ്യാപാര സംബന്ധമായി തർക്കങ്ങളിലുണ്ടായിരുന്ന ധനം ലഭിക്കും. വസ്തുവിൽ നിന്നും നല്ല ആദായം ഈ വർഷത്തെ ഫലമാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാവും. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ട സമയമാണിത്. പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. ആത്മീയമായ വഴികളിലൂടെ ശ്രദ്ധയും ജ്ഞാനവും വർദ്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. വർഷത്തിൻ്റെ മധ്യത്തോടെ സഹപ്രവർത്തകർ മുഖേന സഹായ സഹകരണങ്ങൾ ഉണ്ടാവും. അത് ധനനേട്ടത്തിനും കാരണമാകും. പുണർദം നക്ഷത്രക്കാരായ സ്ത്രീജനങ്ങൾ തങ്ങളുടെ കുടുംബകാര്യങ്ങൾക്കും കുടുംബ ഐശ്വര്യങ്ങൾക്കും വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. ഈശ്വര പ്രാർത്ഥനയിലൂടെ പ്രതിസന്ധികളെ നേരിടാവുന്നതേ ഉള്ളൂ. പൊതുവെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വർഷമായിരിക്കും 2026. പ്രതിസന്ധികളും ഭാഗ്യങ്ങളും ഒരുപോലെ വർഷത്തിലുടനീളം കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തതായി പൂയം നക്ഷത്രക്കാരുടെ 2026 ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേദജ്യോതിഷത്തിലെ 8ാമത്തെ നക്ഷത്രമാണ് പൂയം. ഇന്ദ്രനീലമാണ് ഇവർക്ക് അനുകൂലമായ രത്നം. അനുകൂലമായ നിറം കറുപ്പ്, കടും നീല എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുടെ ദേവത ബൃഹസ്പതിയാണ്. നക്ഷത്രാധിപൻ ശനിയാണ്. മൃഗം ആട് ആണ്. പക്ഷി ചെമ്പോത്ത് ആണ്. വൃക്ഷം അരയാലാണ്. ഭൂതം ജലമാണ്. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂയം. പുരുഷ യോനിയാണ് ഈ നക്ഷത്രത്തിന്. താമരയാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി പെരുമാറുമ്പോഴും വ്യാപാരങ്ങൾ ചെയ്യുമ്പോഴും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള പൂയം നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം.
വർഷത്തിൻ്റെ തുടക്കം തന്നെ ഇതിനുള്ള പ്രവണത കണ്ടു തുടങ്ങാം. വിദേശ യാത്രകൾ, വിദേശത്തുള്ള ബന്ധുസംയോഗം അല്ലെങ്കിൽ വിദേശത്തുള്ള സുഹൃത്തുക്കളുടെ സഹായം ഇവയൊക്കെ ഈ വർഷം അനുഭവവേദ്യമാകും. ഗൃഹനിർമ്മാണത്തിൽ അപ്രതീക്ഷിതമായ ചിലവുകളും പ്രതിസന്ധികളും ഉണ്ടാവുന്ന ഒരു വർഷമാണ് 2026. ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്രതീക്ഷിത ചിലവുകൾ ഈ മേഖലയിലും ഉണ്ടാവും. ബ്രോക്കർ, ഊഹക്കച്ചവടം എന്നിവ ചെയ്യുന്നവർ വൻ നഷ്ടങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പറ്റിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും തന്മൂലം സാമ്പത്തിക ബാധ്യതകൾ വരാനും സാധ്യത കൂടുതലുള്ള വർഷമാണ് 2026. ജൂൺ മാസം വരെയെങ്കിലും അതീവ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. ദാമ്പത്യ മേഖലയിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. 2025 ദാമ്പത്യ പ്രതിസന്ധികൾ നേരിടുന്നവർ 2026 ജൂലൈക്ക് ശേഷമേ ഒരു തീരുമാനത്തിൽ എത്തുവാൻ പാടുള്ളൂ. അതുവരെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വാഹനങ്ങൾ, പണിയായുധങ്ങൾ എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇത് ഈ വർഷം മുഴുവനും ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ വാഹനങ്ങളും പണിയായുധങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവ ആണെങ്കിലും പൂയം നക്ഷത്രക്കാർ അല്പം കൂടി ശ്രദ്ധ വയ്ക്കുക. വാതജന്യമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ തേടേണ്ടതായി വന്നേക്കാം. ശത്രുക്കളും അസൂയാലുക്കളും വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു വർഷമാണിത്. ജൂൺ മാസം വരെ ശത്രുദോഷ നിവാരണത്തിനുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുക. ധനം ഏതായാലും ഈ വർഷം അധികമായി ചെലവാകുന്നതാണ്. അത് വീട് പണിക്കോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ആരോഗ്യ സംരക്ഷണത്തിനോ ഉപയോഗിക്കുക. മക്കളുടെ ഉന്നത പഠനത്തിനു വേണ്ടിയോ വിദേശ പഠനത്തിനു വേണ്ടിയോ ലോണുകളോ മറ്റോ എടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളോടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഉന്നതാധികാരികളുടെയും സഹായ സഹകരണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവും. വർഷാവസാനത്തോടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും കാര്യങ്ങൾ നേരെയാക്കുവാനും സാധിക്കും. ഈശ്വരാധീനമുള്ള വർഷം തന്നെയാണ് 2026. പ്രാർത്ഥനകൾ വഴികാട്ടും. കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും ഈ വർഷം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനമാണ് ദോഷങ്ങൾക്ക് പരിഹാരമായി പറയാനുള്ളത്. ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതും ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമാണ്. അടുത്തതായി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ 2026 പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 27 നക്ഷത്രങ്ങളിൽ 9ാമത്തെ നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. കർക്കിടക രാശിയിലാണ് ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനം. ബുധനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. നാഗങ്ങൾ അഥവാ സർപ്പങ്ങളാണ് ദേവതകൾ. ഈ നക്ഷത്രങ്ങൾ വജ്രം ധരിക്കാൻ പാടുള്ളതല്ല. ഇവർക്ക് വജ്രം വർജ്യമാണ്. മരതകമാണ് അനുകൂലമായ രത്നം. ഈ വർഷം അനുകൂലമായ നിറം പച്ച, വെളുപ്പ് എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുടെ മൃഗം കരിമ്പൂച്ചയാണ്. പക്ഷി ചെമ്പോത്ത് ആണ്. വൃക്ഷം നാഗമാണ്. അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ആയില്യം. ഇവരുടെ ചിഹ്നം സർപ്പമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ പൂരം, അത്തം, ചോതി, അവിട്ടം, ചതയം, പൂരൂരുട്ടാതി എന്നിവയാണ്. ഈ നാളുകളിൽ പുതിയ സംരംഭങ്ങളോ ശുഭകാര്യങ്ങളോ ഉപേക്ഷിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുമായി പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടുമ്പോഴും പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങൾ 2025 തുടർച്ച തന്നെയായിരിക്കും. വലിയ ഗ്രഹമാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് 2026 തുടങ്ങുന്നത്. ജീവിത ചെലവുകളിൽ അനിയന്ത്രിതമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയുണ്ടാവും. ആരോഗ്യമേഖല കലുഷിതമായിരിക്കും. ആരോഗ്യ സംരക്ഷണത്തിനും ജീവിത ചെലവുകൾക്കും വ്യാപാര രംഗത്തും ധനവ്യയം കൂടിയിരിക്കും. നക്ഷത്രാധിപനായ സർപ്പം 8ാം ഭാവത്തിൽ വർഷത്തിൻ്റെ ഭൂരിഭാഗവും തുടരുന്നുണ്ട്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക. നാഗക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ വഴിപാടുകൾ നടത്തുക. ശത്രുക്കൾ വഴി കഷ്ടനഷ്ടങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു വർഷമാണിത്. ആത്മസംയമനത്തോടെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. വർഷത്തിൻ്റെ പകുതിയോടെ പ്രതിസന്ധികൾ മൂർച്ഛിച്ചേക്കാം. മഹാവിഷ്ണു ഭജനം നടത്തുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സഹായിക്കും.
ജൂൺ ജൂലൈ മാസങ്ങളോടെ പുതിയ ചില കരാറുകളിൽ ഏർപ്പെടാൻ നിർബന്ധിതമായേക്കും. വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്യേണ്ട വർഷമാണ് 2026. എത്ര ശ്രമിച്ചാലും അതിൻ്റെ ഫലം കണ്ടില്ലെന്ന് വരും. നിരാശരാവാതെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ബിസിനസ്സിൽ പാർട്ട്ണർമാരുമായി അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടേക്കാം. താൽക്കാലികമാണ് ഇതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വരവിൽ കൂടിയ ചെലവ് ഈ വർഷത്തെ ഒരു പൊതുഫലമാണ്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളോടെ നേരിയ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. ഭൂമി ക്രയവിക്രയങ്ങളിലോ വാഹന വിൽപ്പനയിലോ പൂർവിക സ്വത്ത് നേടുന്നതിലോ അല്ലറ ചില്ലറ നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഊഹക്കച്ചവടക്കാർക്ക് ചില മേഖലകളിൽ നിന്നെങ്കിലും ലാഭമുണ്ടാവും. ജാമ്യം, മധ്യസ്ഥത എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ്. അവസാനം ശത്രുതയിലായിരിക്കും ഇത് കലാശിക്കുക. നഷ്ടത്തിലോടുന്ന സംരംഭങ്ങൾ അതറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റെടുക്കുവാൻ ഇടവന്നേക്കും. വർഷത്തിൻ്റെ അവസാന മാസങ്ങളാകുമ്പോഴേക്കും കാര്യങ്ങൾ അനുകൂലമാകുന്നുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ പ്രതിസന്ധികൾ നേരിടുകയാണെങ്കിൽ നാട്ടിലുള്ള ബന്ധുക്കൾ വഴി വിഷ്ണു ക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലോ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിക്കുക. ചാരവശാൽ സമയം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയരാവുക. പരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുക. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സഹോദര സ്ഥാനീയരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ആത്മീയ ബലത്തിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്യും. ഈശ്വരാധീനം വർഷത്തിൻ്റെ പകുതിയോടെ തിരികെ ലഭിക്കും. ദാമ്പത്യ മേഖല സുഖം സമ്മിശ്രമായിരിക്കും. സന്താനങ്ങളുടെ ആരോഗ്യം അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ചാരവശാൽ ഗുരുശുക്ര സംയോഗം വരുന്നുണ്ട്. അതിൻ്റെ ഗുണഗണങ്ങൾ തീർച്ചയായും ലഭിക്കുകയും ചെയ്യും. ശേഷം ശുഭമാണ്. അടുത്തതായി നമുക്ക് മകം നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയാണെന്ന് നോക്കാം. ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകം. ജ്യോതിഷപ്രകാരം പിതൃദേവതകളെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് മകം. കേതു നക്ഷത്രാധിപനായ അധികാരം, പാരമ്പര്യം, നേതൃത്വം എന്നിവയെ സൂചിപ്പിക്കുന്ന നക്ഷത്രം. മകം പിറന്ന മങ്ക എന്ന പ്രയോഗത്തിന് കാരണമായ ഒരു പ്രധാനപ്പെട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് നേതൃഗുണങ്ങളും ധനവും സൗന്ദര്യവും ഉണ്ടാകും. ചോറ്റാനിക്കരയിലെ പ്രസിദ്ധമായ മകംതൊഴൽ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ ദേവത പിതൃക്കൾ ആണ്. മൃഗം എലിയാണ്. പക്ഷി ചെമ്പോത്ത് ആണ്. വൃക്ഷം പേരാൽ ആണ്. അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകം. പുരുഷ യോനിയാണ് ഈ നക്ഷത്രത്തിന്. ചിഹ്നം സിംഹാസനമാണ്. മകം നക്ഷത്രക്കാർക്ക് വജ്രം അനുകൂലമായിട്ടല്ല കാണുന്നത്. ഇവരുടെ രത്നം വൈഡൂര്യമാണ്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ ഉത്രം, ചിത്തിര, വിശാഖം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. 2025 അനുഭവങ്ങൾ തന്നെയായിരിക്കും 2026 ആരംഭഘട്ടത്തിലും മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. ബുദ്ധികൂർമ്മത കൊണ്ട് ലാഭങ്ങൾ ഉണ്ടാക്കും. ജോലി സംബന്ധമായ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അഷ്ടമ ശനി ഈ വർഷം മുഴുവൻ തുടരുന്നതിനാൽ ആരോഗ്യമേഖല ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെയ് മാസത്തിലെ ശനിയുടെ പകർച്ച അല്പം ആശ്വാസം തരുമെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് മുതിരാതിരിക്കുക. മകം നക്ഷത്രം വർഷത്തിൻ്റെ മധ്യത്തോടെ സാമ്പത്തിക മേഖലയിൽ അമിതമായ ചെലവുകളും ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതകളും കടന്നുവരാം. നഷ്ടത്തിലായ ബിസിനസ്സുകളോ അല്ലെങ്കിൽ മതിയായ ലാഭം കിട്ടുകയില്ല എന്നറിഞ്ഞിട്ടും കരാറുകളിൽ ഏർപ്പെടുകയോ ചെയ്തേക്കാം. മകം നക്ഷത്രക്കാർക്ക് ഇത് കഠിനാധ്വാനത്തിൻ്റെയും അമിത ചിലവുകളുടെയും അനാരോഗ്യത്തിൻ്റെയും വർഷമാവാൻ സാധ്യത കൂടുതലാണ്. ചാരവശാൽ പ്രധാന ഗ്രഹങ്ങളൊന്നും അനുകൂലമല്ല എന്നത് തന്നെ കാരണം. അഷ്ടമ ശനി ദോഷത്തിൽ നിന്നും ആശ്വാസം നേടാൻ ശനിയാഴ്ച വ്രതം ശീലമാക്കുക. ജൂൺ മാസത്തോടെ വ്യാഴം 12 വരുന്നുണ്ട്. ഇതിൻ്റെ ദോഷങ്ങളകറ്റാൻ വിഷ്ണു സഹസ്രനാമം ശീലമാക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളോ വിഷ്ണു ക്ഷേത്രങ്ങളോ സന്ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തുക. 7 രാഹു ദാമ്പത്യ പ്രശ്നങ്ങൾ
ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. കേസുകളും നിയമപ്രശ്നങ്ങളും ശത്രുദോഷങ്ങളും മൂർച്ഛിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 2026. നിങ്ങളുടെ 6ാം ഭാവാധിപനായ ശനി അഷ്ടമസ്ഥാനത്താണ് തുടരുന്നത്. ഗർഭിണികൾക്കും ചെറിയ കുട്ടികൾക്കും ദൃഷ്ടിദോഷമേൽക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും മുമ്പില്ലാത്ത വിധം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം. ജീവിതചക്രത്തിൽ എല്ലാവരും എന്നെങ്കിലും ഇവയൊക്കെ തരണം ചെയ്യേണ്ടതാണെന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോവുക. അവിശുദ്ധ കൂട്ടുകെട്ടുകളിലും അവിഹിതമായ ബന്ധങ്ങളിലും ചെന്ന് ചാടാതിരിക്കുക. തെറ്റായ ബന്ധങ്ങളൊക്കെ മായികമായ പ്രലോഭനങ്ങളുമായി വന്നേക്കാം. ദമ്പതികൾ പ്രത്യേകം സൂക്ഷിക്കുക. വർഷാവസാനത്തോടെ ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. വിദ്യാർത്ഥികളും തെറ്റായ കൂട്ടുകെട്ടിലോ മായിക കാഴ്ചകളിലോ ചെന്ന് പെട്ടേക്കാം. ആത്മീയ ബലത്തോടെ സമീപിക്കേണ്ട ഒരു വർഷമാണിത്. പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളോ ശമ്പളം വെട്ടിക്കുറക്കലോ നേരിടേണ്ടി വന്നേക്കാം. ഗവൺമെന്റ് ജീവനക്കാർക്കും അപ്രതീക്ഷിത സ്ഥലമാറ്റങ്ങൾ മുഖേന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിത പങ്കാളിയുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈത്താങ്ങാവുന്ന ആളുകൾ കൂടെ തന്നെ ഉണ്ടാവും. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. ആത്മീയ ബലം നേടുക. 2026 നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി പൂരം നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയാണെന്ന് നോക്കാം. ജ്യോതിഷത്തിലെ 11ാമത്തെ നക്ഷത്രമാണ് പൂരം. ചിങ്ങം രാശിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണിത്. പൂരം പിറന്ന പുരുഷൻ എന്ന പ്രയോഗം ഈ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ നക്ഷത്രത്തിന്റെ പൊതുവായ സ്വഭാവം സൗന്ദര്യം, ആനന്ദം, പ്രണയം, സൃഷ്ടി എന്നിവയാണ്. ശുക്രനാണ് പൂരം നക്ഷത്രത്തിന്റെ അധിപൻ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ധൈര്യശാലികളും ആത്മവിശ്വാസമുള്ളവരും കലാവാസനയുള്ളവരും സുഖലോലുപരും ആയിരിക്കും. പിടിവാശിയും ആദർശവാന്മാരുമായ ഒരുപാട് പൂരം നക്ഷത്രക്കാർ നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഇവർക്ക് അനുകൂലമായ രത്നം വജ്രമാണ്. വെളുപ്പ്, ഇളം നീല എന്നിവയാണ് ഈ വർഷത്തെ ഇവരുടെ ഭാഗ്യ നിറങ്ങൾ. ഈ നക്ഷത്രത്തിന്റെ മൃഗം എലിയാണ്. പക്ഷി ചെമ്പോത്ത് ആണ്. നക്ഷത്രാധിപൻ ശുക്രനാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് പൂരം. സ്ത്രീ യോനിയാണ്. പ്രതികൂലമായ നക്ഷത്രങ്ങൾ അത്തം, ചോതി, അനിഴം, പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും വ്യാപാരം ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നാളുകളിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാതെ ശ്രദ്ധിക്കുക. 2026 ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു വർഷമായിരിക്കും. ആത്മീയവും ദൈവികവുമായ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ നിർബന്ധിതമാവുകയോ അതിലൂടെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യേണ്ടി വന്നേക്കാം. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും ജീവൻ വെക്കും. വീടുപണി, പുതിയ ബിസിനസ് സംരംഭം, പുതിയ കൂട്ടുകെട്ടുകൾ എന്നിവയൊക്കെ ഈ വർഷം സജീവമാകും. വർഷത്തിന്റെ തുടക്കത്തിലെ ഗുരു-ശുക്ര സംയോഗം ഭാഗ്യം കൊണ്ടുവരും. അത് ഈ വർഷം മുഴുവനും മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഊർജം പ്രദാനം ചെയ്യുന്നതാണ്. ഇഷ്ടജനങ്ങളോടൊത്ത് പുണ്യയാത്രകളും തീർത്ഥയാത്രകൾക്കും സാധ്യതയുണ്ട്. അതിനുവേണ്ടി ധനം ചെലവ് ചെയ്യുന്നതായിരിക്കും. പുതിയ പല മേഖലകളിലേക്കും കടന്നു കയറുവാനുള്ള പ്രവണതയുണ്ടാകും. ആലോചിച്ചും ചിന്തിച്ചും പഠിച്ചും മാത്രം പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. എടുത്തുചാടി ചെയ്യുന്നത് എന്തും കഷ്ടനഷ്ടങ്ങൾക്കിടയാക്കും എന്നും അറിയുക. അഷ്ടമശനിയുടെ ദോഷങ്ങൾ വർഷം മുഴുവനും കൂടെയുണ്ടാവും. ആയതിനാൽ വാഹനങ്ങൾ, പണിയായുധങ്ങൾ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. ആരോഗ്യ കാരണങ്ങളാൽ ധാരാളം ചെലവുകൾ ഉണ്ടാവും. ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കുക. ലാപ്സ് ആയതുണ്ടെങ്കിൽ അത് തുടരുവാനുള്ള നടപടികൾ സ്വീകരിക്കുക. ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി അപ്രതീക്ഷിത ചിലവുകൾ വന്നേക്കാം. കുടുംബനാഥന്മാരായ പൂരം നക്ഷത്രക്കാരുടെ കീഴിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അതുവഴി ധനവ്യയങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. വിവാഹപ്രായമായ യുവതീ യുവാക്കൾ കൃത്യമായ ആലോചനകൾക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുത്ത് മാത്രം വിവാഹത്തിന് മുതിരുക. ചാരവശാൽ വിവാഹത്തിന് അനുകൂലമായ സമയം ഈ വർഷം കടന്നു വരുന്നുണ്ടെങ്കിലും 7ാം ഭാവത്തിലെ രാഹു ചിലതൊക്കെ മറച്ചു പിടിച്ചേക്കാം. സൂക്ഷ്മതയോടെ വിവാഹ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് ഈ വർഷവും കഠിനാധ്വാനത്തിൻ്റെയും അമിത ചിലവുകളുടെയും വർഷമാണ്. 2026 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വർഷമായി കാണുക.
ഈ വർഷം നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ സമർപ്പണങ്ങളുടെ സമ്മാനം വരുന്ന വർഷങ്ങളിലേ ലഭിക്കുകയുള്ളൂ എന്നും അറിയുക. ആയതിനാൽ നിരാശപ്പെടാതെ ലക്ഷ്യത്തിനായി പരിശ്രമിക്കുക. പരീക്ഷണങ്ങൾ താൽക്കാലികമാണെന്നും മനസ്സിലാക്കുക. പൂരം നക്ഷത്രക്കാരായ സ്ത്രീജനങ്ങൾ തങ്ങളുടെ സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ചൊറിച്ചിരങ്ങ്, രക്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ചെറിയ കുട്ടികൾക്ക് പിടിപെടാൻ സാധ്യത കൂടുതലാണ്. അവരുടെ ദാമ്പത്യ കാര്യങ്ങളിലും അല്പം ഉഷ്ണിക്കാവുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായേക്കാം. എല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക. ജൂൺ മാസത്തോടെ പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴം വ്യയസ്ഥാനമായ 12ലേക്ക് വരുന്നുണ്ടെങ്കിലും കർക്കിടകം രാശിയിൽ ഉദിച്ചു നിൽക്കുന്ന ഭാവത്തിലാണ് സർവാഭീഷ്ടകാരകനായ വ്യാഴം വരുന്നത്. ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ ബലാബലമനുസരിച്ച് ഫലത്തിന്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവിച്ചേക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ആത്മീയമായ പരിവർത്തനത്തിന്റെ വർഷമാണിത്. വർഷാവസാനത്തോടെ ഈശ്വരാധീനം വർദ്ധിക്കുകയും ശരിയായ വഴിയിൽ എത്തിപ്പെടുകയും ചെയ്യും. ഗുരുജനങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും പിന്തുണയും പ്രാർത്ഥനയും തുണക്കുന്ന ഒരു വർഷം കൂടിയാണിത്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ എല്ലാ മേഖലകളിലും വച്ചു പുലർത്തുക. ദോഷങ്ങൾക്ക് പരിഹാരമായി ശനിയാഴ്ച വ്രതം വർഷം മുഴുവനും അനുഷ്ഠിക്കുക. ജൂൺ മാസം തൊട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ദാമ്പത്യ ക്ലേശങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശേഷം ശുഭകരമാണ്. അടുത്തതായി ഉത്രം നക്ഷത്രത്തിൻ്റെ 2026 ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയ്യപ്പ സ്വാമിയുടെ നക്ഷത്രമാണ് ഉത്രം. ചിങ്ങം, കന്നി രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്ര സമൂഹമാണ് ഉത്രം. ആദ്യത്തെ പാദം ചിങ്ങത്തിലും അവസാനത്തെ 3/4 ഭാഗം കന്നി രാശിയിലുമാണ്. സത്യസന്ധരും ഈശ്വരവിശ്വാസം കൂടിയവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ. വിവാഹത്തിന് പൂരുരുട്ടാതി നക്ഷത്രത്തെ ഒഴിവാക്കേണ്ടതാണ്. മാണിക്യമാണ് ഇവർക്ക് അനുകൂലമായ രത്നം. ദേവത ഭഗൻ ആണ്. നക്ഷത്രാധിപൻ സൂര്യനാണ്. മൃഗം ഒട്ടകമാണ്. പക്ഷി കാക്കയാണ്. വൃക്ഷം ഇത്തിയാണ്. ഭൂതം അഗ്നിയാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഉത്രം. പുരുഷ യോനിയാണ് ഈ നക്ഷത്രത്തിന്. ഈ വർഷത്തെ ഭാഗ്യനിറം ചുവപ്പ്, കാവി എന്നിവയാണ്. പ്രതികൂലമായ നക്ഷത്രങ്ങൾ ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. ഉത്രം 2ാം പാദക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തിക. ഈ നക്ഷത്രക്കാരോട് ഇടപഴകുമ്പോഴും ഇവരോടൊത്ത് കൂട്ടു ബിസിനസ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുന്ന വർഷമാണ് 2026. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റിലെ കളിക്കാർ എന്നിവർക്കൊക്കെ ലാഭമുണ്ടാക്കുവാനുള്ള വർഷമാണിത്. ശനി 7ാം ഭാവത്തിൽ തുടരുന്നുണ്ട്. കണ്ടകശനിയുടെ ഫലങ്ങൾ നൽകുന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി തുടരുന്നത്. ഉത്രം ആദ്യ പാദക്കാർക്ക് മാത്രം അല്ലറ ചില്ലറ വിഷമതകൾ കുടുംബത്തിലും ദാമ്പത്യ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഗ്രഹനിലയിൽ ശനിയുടെ സ്ഥാനത്തിനനുസരിച്ചായിരിക്കും കണ്ടകശനിയുടെ ഫലങ്ങളും പരിഹാരങ്ങളും പറയേണ്ടത്. പൊതുവെ ഉത്രം നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും കാലമാണ് 2026. ഗൃഹനിർമ്മാണം വേഗത്തിലാക്കും. വ്യാപാരികൾക്ക് പുതിയ വിപണികൾ തുറന്നു കിട്ടും. ലാഭകരമായ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാനുള്ള ഊർജവും ആത്മവിശ്വാസവും മെയ്, ജൂൺ മാസങ്ങളോടെ വന്നു ചേരുന്നതാണ്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സ്ത്രീകൾ നിമിത്തം അനാവശ്യ ചെലവുകൾ ഉണ്ടാകും. കുറച്ച് സമയത്തേക്കുള്ള പ്രവണതയാണെന്ന് മനസ്സിലാക്കുക. മുന്നേ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങും. ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയായിരിക്കും ഈ വർഷം എന്നും അറിയുക. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. വിദേശ പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം പോലെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. ലോൺ അപേക്ഷകളിൽ തീരുമാനങ്ങൾ വേഗത്തിൽ ഉണ്ടാകും. 7ാം ഭാവത്തിലെ ശനിയുടെ പരിഹാരത്തിനായി ശാസ്താവിന് എണ്ണയും നീരാഞ്ജനവും സമർപ്പിക്കുക. ദാമ്പത്യ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുവാൻ നോക്കുക. എടുത്തു ചാടി പ്രവർത്തിക്കാതെ ശ്രദ്ധിക്കുക. കണ്ടക ശനിക്കാലമാണെന്ന് മനസ്സിലാക്കി ആത്മസംയമനത്തോടെ ദാമ്പത്യ ക്ലേശങ്ങളെയും മനോവ്യതകളെയും നേരിടുകയും തരണം ചെയ്യുകയും ചെയ്യുക. വർഷത്തിൻ്റെ മധ്യത്തോടെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നുണ്ട്. ഇത് സർവാത്മ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ്. കേസുകളും വഴക്കുകളും ഒത്തുതീർപ്പാകുകയും അതുവഴി മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യും. കുടുംബത്തിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ പെടാതെ പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി
ധനവും സമയവും അധ്വാനവും ചെലവഴിക്കാൻ ഇടവരും. തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സഹായങ്ങൾ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടാവും. പ്രായമായവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ജൂൺ മാസം വരെയെങ്കിലും വീഴ്ചയോ പൊട്ടലുകളോ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ആശുപത്രി വാസവും അതുമൂലമുള്ള സാമ്പത്തിക ക്ലേശങ്ങളും ഉണ്ടാവാം. വർഷാവസാനം കാര്യങ്ങൾ സമ്മിശ്രമായിരിക്കും. കുട്ടികളുടെയും മക്കളുടെ സ്ഥാനത്തുള്ളവരുടെയും ജോലിക്കാര്യവും വിവാഹകാര്യങ്ങളും അനുകൂലമായി വരുന്നതാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കേണ്ട വർഷമാണിത്. ദൂരെ യാത്രകൾക്ക് പറ്റിയ സമയമല്ല എന്നറിയുക. കൃഷിയിൽ നിന്നും ആദായമുണ്ടാകുന്ന വർഷമാണ് 2026. കൃഷിക്കും കൃഷിസ്ഥലത്തും കൂടുതൽ സമയം ചെലവഴിക്കുവാനും അതുവഴി പ്രശ്നങ്ങൾക്കും സമസ്യകൾക്കും ആശ്വാസം ലഭിക്കുവാനും ഇടവരും. ശേഷം ശുഭകരമാണ്. അടുത്തതായി അത്തം നക്ഷത്രത്തിൻ്റെ 2026 പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷത്തിലെ 13ാമത്തെ നക്ഷത്രമാണ് അത്തം. കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രമാണിത്. വശീകരണ ശക്തി, കൗശല ബുദ്ധി, ആത്മനിയന്ത്രണം, സൗമ്യ പ്രകൃതം, ലളിത ജീവിതം എന്നിവയൊക്കെയാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം. മുത്ത് ആണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള രത്നം. ഇവർക്ക് 2026 അനുകൂലമായിട്ടുള്ള നിറങ്ങൾ പച്ച, വെള്ള എന്നിവയാണ്. ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമാക്കും. സൂര്യനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. മൃഗം പോത്ത് ആണ്. പക്ഷി കാക്കയാണ്. ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണിത്. സ്ത്രീ യോനിയാണ്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ ചോതി, അനിഴം, മൂലം, അശ്വതി, ഭരണി, കാർത്തിക എന്നിവയാണ്. ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ നാളുകാരുമായി കൂട്ടുകൂടുമ്പോഴും ബിസിനസ്സുകൾ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 2026 തുടക്കത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് 4-ൽ കുജനും 6-ൽ രാഹുവും 7-ൽ ശനിയും 10-ൽ വ്യാഴവും 12-ൽ കേതുവുമാണ്. 6-ലെ രാഹു ഗുഹ്യരോഗങ്ങൾ കൊണ്ടുവരും. ശത്രുദോഷങ്ങൾ കൂട്ടും. തെറ്റായ വഴികളിലൂടെ ധനം കൈവരും. ആയുസ്സിന് നേരെ വരുന്ന ഭീഷണികൾ ഇല്ലായ്മ ചെയ്യും. ഹിംസാശീലം വർദ്ധിക്കും എന്നിവയൊക്കെയാണ് ഫലം. തെറ്റായ വഴികളിലൂടെ ഭൗതിക നേട്ടങ്ങൾ കൈവന്നേക്കാം എന്ന് സാരം. 7-ൽ ശനി നിന്നാൽ സുഖവും ധനവും കുറഞ്ഞവനായും ഭാര്യാസുഖം കുറഞ്ഞവനായും ദൈന്യവും സഞ്ചാരക്ലേശവും അതായത് അലച്ചിലും അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവനായും ഭക്ഷണപ്രിയനായും ശൂരത്വം കൂടിയവനായും വ്യാകുലതകൾ കൂടിയവനായും ഫലിക്കും. കണ്ടകശനിക്കാലമാണിത്. 10-ൽ വ്യാഴം നിന്നാൽ പ്രഭുത്വമുള്ളവനായും യശസ്സും സുഖവും ആരോഗ്യകരമായ സാമ്പത്തിക പുരോഗതി ഉള്ളവനായും ജോലിയിൽ ഉയർച്ചയുള്ളവനായും അതുമൂലം യശസ്വിയായും ഭവിക്കും. വാഹനങ്ങൾ വാങ്ങും. പുത്രന്മാർക്ക് ഐശ്വര്യം ഉണ്ടാകും. ചെയ്യുന്ന സത്കർമ്മങ്ങൾക്കൊക്കെ ഉടൻ ഫലം ലഭിക്കുന്നതായും അനുഭവപ്പെടും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചാരവശാലുള്ള വിശേഷങ്ങൾ. കണ്ടകശനിയുടെ ദോഷങ്ങളായി ഉള്ളപ്പോൾ തന്നെ 10-ലേക്കും പിന്നെ 11-ലേക്കും ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണഗണങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. പൊതുവെ ആരോഗ്യകരമായ വർഷമായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് 2026. വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. ഏകാഗ്രത നഷ്ടപ്പെടാൻ ഇടയുണ്ട്. 6-ലെ രാഹു വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയിലൂടെ ദൈവാധീനം വർദ്ധിപ്പിച്ച് കൂടുതൽ ശ്രദ്ധയും അധ്വാനവും പഠന വിഷയങ്ങളിൽ സമർപ്പിക്കേണ്ടതായി വരും. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലറ ചില്ലറ സാമ്പത്തിക പ്രയാസങ്ങൾ വർഷം മുഴുവനും അനുഭവപ്പെടും. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള സമയമാണിത്. നൂതനമായ പല ആശയങ്ങളും കടന്നു വരും. ഏറ്റവും പുതിയ ആർക്കിടെക്ട് രീതികളിൽ ആകർഷിക്കപ്പെടും. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നന്നായി അധ്വാനിക്കേണ്ടതായി വന്നേക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം അത്ര അനുകൂലമല്ല. സ്ഥാനനഷ്ടത്തിന് സാധ്യതകൾ കൂടുതലാണ്. ശത്രുവർദ്ധനയും അവർക്ക് പ്രതീക്ഷിക്കാം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഗൃഹാന്തരീക്ഷം ഉഷ്ണപരമാകും. പിതൃസ്ഥാനീയർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അരിഷ്ടതകളും ഉണ്ടാവും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. സർക്കാരിൽ നിന്ന് മുടങ്ങിക്കിടന്ന സഹായങ്ങൾ ലഭിക്കുവാനും യോഗം കാണുന്നു. വ്യാപാര വർധനയും ഉണ്ടാവും. ജൂൺ ജൂലൈ മാസങ്ങളിൽ ധനധാന്യവർധനയും നൂതനമായ ആശയങ്ങൾക്ക് തിരികൊളുത്തുകയും അതിന്മേൽ ഉന്മേഷവാനാവുകയും ചെയ്യും. നന്നായി കഠിനാധ്വാനം ചെയ്യേണ്ട സമയമാണ്.
പിന്നീടങ്ങോട്ട് വർഷാവസാനം ആകുമ്പോഴേക്കും ഐശ്വര്യവും സമാധാനവും കുടുംബത്തിൽ കളിയാടുകയും തിരയൊഴിഞ്ഞ കടല് പോലെ ശാന്തമായ അന്തരീക്ഷം കാണുവാനും കഴിയും. ശനീശ്വര പ്രീതിക്കായി പ്രാർത്ഥനകൾ ചെയ്യുക. ശാസ്താക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക. രാഹു ദോഷങ്ങൾക്കായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തുക. അടുത്തതായി നമുക്ക് ചിത്ര നക്ഷത്രത്തിൻ്റെ 2026 പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കന്നി, തുലാം രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്ര സമൂഹമാണ് ചിത്ര നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കലാവാസനയുള്ളവരും ബുദ്ധിമാന്മാരും സൗന്ദര്യബോധമുള്ളവരും ആകർഷകത്വമുള്ളവരും ലക്ഷ്യബോധമുള്ളവരും സ്വന്തം ലക്ഷ്യപ്രാപ്തിക്കായി ഏതറ്റം വരെ പോകാൻ മടിയില്ലാത്തവരുമായിരിക്കും. ദീർഘവീക്ഷണം ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ്. പവിഴമാണ് അനുകൂലമായ രത്നം. വിശ്വകർമാവാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത ആയതിനാൽ ആർക്കിടെക്ട്, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ ജോലിയെടുക്കുവാൻ ഇവർക്ക് നൈസർഗികമായ കഴിവുകൾ ഉണ്ടാവും. ജോലിയിൽ ശോഭിക്കുവാൻ കഴിയാത്തവർ വിശ്വകർമാവിനെ പൂജിക്കുന്നതിലൂടെ ഉയർച്ചയും ഉണ്ടാവും. ഈ നക്ഷത്രത്തിന്റെ മൃഗം പുലിയാണ്, പക്ഷി കാക്കയാണ്, വൃക്ഷം കൂവളമാണ്. അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണിത്. സ്ത്രീ യോനിയാണ് ഈ നക്ഷത്രത്തിന്. ചിഹ്നം മുത്ത് ആണ്. ചിത്ര നക്ഷത്രക്കാർക്ക് പൊതുവെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. ചിത്ര നക്ഷത്രക്കാർ 2 സ്വഭാവം കാണിക്കുന്നതായി കണ്ടുവരാറുണ്ട്. മീഡിയേഷനും ജാമ്യം പറയാനുമൊക്കെ ഇവരുടെ ഈ സ്വഭാവം ഗുണം ചെയ്യാറുമുണ്ട്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ വിശാഖം, തൃക്കേട്ട, പൂരാടം, ചിത്തിര. ഈ നാളുകൾ വരുന്ന ദിവസങ്ങൾ പുതിയ സംരംഭങ്ങൾക്ക് മുതിരാതിരിക്കുക. ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. 2026 ചിത്ര ആദ്യപാദക്കാർക്ക് 7 ശനിയും 10 വ്യാഴവും. വ്യാഴം ജൂൺ മാസത്തോടെ 11 മാറുന്നുണ്ട്. 12 കേതുവും 6 രാഹുവുമാണ്. മറ്റു ഗ്രഹങ്ങൾ യഥാക്രമം ചരം ചെയ്യുമ്പോഴുള്ള ഫലങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും. ശനിയുടെ സ്ഥാനം നോക്കിയാൽ കണ്ടകശനിക്കാലമാണ്. വ്യാഴത്തിൻ്റെ സ്ഥാനം ഭാഗ്യസ്ഥാനമാണ്. ആയതിനാൽ വലിയ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുമെന്നും പറയേണ്ടി വരും. ചിത്ര 2ാം പാദത്തിൽ ജനിച്ചവർക്ക് സമയവും ചാരവശാലുള്ള അനുഭവങ്ങളും ഗുണദായപരമാണ്. ഭാഗ്യാനുഭവങ്ങളും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ സംഗമിക്കുന്ന വർഷമാണിത്. ഉത്രം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യ പാദക്കാർക്ക് പരീക്ഷണങ്ങൾ അടിക്കടി ഉണ്ടാവുമെങ്കിലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്തും അവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. 2ാം പാദക്കാർക്ക് സമയം അനുകൂലമാണെന്ന് തന്നെ പറയാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഉദ്യോഗക്കയറ്റവും സ്ഥാനലബ്ധിയും കുടുംബത്തിൽ സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാം. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. വാഹനാപകടങ്ങളോ വീഴ്ച മൂലമുള്ള അപകടങ്ങളോ കരുതിയിരിക്കണം. കുജന്റെ ചാരവശാലുള്ള ഫലത്തിൽ രോഗങ്ങൾ പിടിപെടാനും ചികിത്സക്കായി ധനം ധാരാളം ചെലവഴിക്കേണ്ടതായും വന്നേക്കാം. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ മംഗളകർമ്മസിദ്ധിയും കർമ്മ വിഘ്നങ്ങളും ശത്രുജയവുമാണ് ഫലം. ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഉദരരോഗാരിഷ്ടതകളും മനക്ലേശങ്ങളും വ്യവഹാരവും ദാമ്പത്യ ക്ലേശങ്ങളും ഫലമാണ്. വർഷാവസാനത്തോടെ മനസ്സുഖവും കലാസാഹിത്യ വിനോദങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരങ്ങളും ലഭിക്കും. വ്യവഹാരം, പരീക്ഷ എന്നിവയിൽ വിജയം, സൽകീർത്തി എന്നിവയും കാണുന്നു. ഉത്രം ആദ്യപാദക്കാർ 7 ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ച വ്രതമോ ശാസ്താവിനെ പ്രാർത്ഥിച്ച് എണ്ണയും നിരാഞ്ജനവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. ഗുരു ഭഗവാന്റെ സമ്പൂർണ്ണ അനുഗ്രഹത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കുജന്റെ ചാരവശാലുള്ള ദോഷങ്ങൾ അകറ്റാൻ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ എണ്ണയും ചുവന്ന പട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഗൃഹപ്രവേശനത്തിനും പുതിയ സംരംഭങ്ങൾ, ജോലി എന്നിവയ്ക്കും നല്ല സാധ്യത ഉള്ള വർഷമാണ്. മാതാവുമായി കലഹത്തിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതലാണ്. ആത്മസംയമനത്തോടെ മാതൃജനങ്ങളെ സേവിക്കുക. പിതൃജനങ്ങൾക്കും ഗുരു കാരണവന്മാർക്കും സമയം അനുകൂലമാണ്. ദാനകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റ് ചാരുവശാലുള്ള ദോഷങ്ങളെല്ലാം അകലുന്നതാണ്. ഐശ്വര്യപൂർണമായ ഒരു വർഷമായിരിക്കും 2026 എന്ന് വേണം കരുതാൻ. അടുത്തതായി ചോതി നക്ഷത്രക്കാർക്ക് 2026 ഫലങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ 4ാമത്തെ നക്ഷത്ര സമൂഹമാണിത്. ചോതി, ഉത്രം, ചിത്ര എന്നീ നക്ഷത്ര സമൂഹങ്ങൾ ചേർന്ന് ആകാശത്ത് വസന്ത ത്രികോണം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവം സാമർത്ഥ്യം, ഉദാരത, കരുണ, ബുദ്ധിശക്തി,
ദുശീലങ്ങൾ, മുൻകോപം എന്നിവയാണ്. ഗോമേതകമാണ് ഇവർക്ക് അനുകൂലമായ രത്നം. 2026 ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ വെള്ള, ഇളം നീല എന്നിവയാണ്. ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ സൂര്യന്റെയും ശനിയുടെയും കേതുവിന്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. ഈ നക്ഷത്രത്തിന്റെ ദേവത വായുവാണ്. നക്ഷത്രാധിപൻ രാഹുവാണ്. മൃഗം പോത്ത് ആണ്. പക്ഷി കാക്കയാണ്. നീർമരുത് എന്നതാണ് വൃക്ഷം. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ചോതി. പുരുഷ യോനിയാണ് ഈ നക്ഷത്രത്തിന്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ അനിഴം, മൂലം, ഉത്രാടം, ഇടവൻ രാശിയിലെ കാർത്തിക, ഇടവൻ രാശിയിലെ മകയിരം, രോഹിണി എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും ഈ നാളുകളിൽ പ്രധാന കാര്യങ്ങൾ വരുമ്പോഴും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. 2026 തുടങ്ങുന്നത് ലഗ്നത്തിൽ ചന്ദ്രനും, 2-ൽ ബുധശുക്രന്മാരും, 3-ൽ കുജനും സൂര്യനും, 5-ൽ രാഹുവും, 6-ൽ ശനിയും, ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും, 11-ൽ കേതുവുമായിട്ടാണ്. ഇതിൽ രാഹുവും കേതുവും ശനിയും വർഷം മുഴുവനും തത്സ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. വ്യാഴം ഭാഗ്യസ്ഥാനത്തു നിന്നും കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിലേക്ക് വർഷത്തിന്റെ മധ്യത്തോടെ മാറുന്നുണ്ട്. രാഹുവിന്റെ ചാരവശാലുള്ള ഫലം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ ജോലികൾക്കായി ശ്രമിക്കുന്നവർക്കും വിദേശ പഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമാണ്. വിദേശയോഗമുള്ളവരുടെ മനസ്സിൽ രാഹു ഉറപ്പായും സ്വാധീനം ചെലുത്തുകയും അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്യും. വീട് വെക്കുവാനോ സ്ഥലം വെക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. പുറമേ നിന്നുള്ള ധനസഹായത്തോടെ ലോണുകളോ വായ്പകളോ എടുത്ത് അതുവഴി അതിനുള്ള ധനസമാഹരണം നടത്തുവാൻ കഴിയും. വീട് പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ചുകൂടി സൗകര്യമുള്ള വീടുകളിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമാണ് ഈ വർഷം. പുതിയ ആശയങ്ങൾ വ്യാപാരത്തിലും ബിസിനസ്സുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുകയും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും. അവിവാഹിതരായ വിവാഹം നോക്കുന്ന സ്ത്രീകൾക്ക് നല്ല ആലോചനകൾ വരികയും മംഗളമായ കർമ്മങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യും. മാതൃജനങ്ങൾക്ക് തങ്ങളുടെ സന്താനത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും നിതാന്ത ശ്രദ്ധ വച്ച് പുലർത്തേണ്ട സമയമാണിത്. രാഹുവിൻ്റെ സ്വാധീനം മായക്കാഴ്ചകൾ സമ്മാനിച്ചേക്കാം. ഈശ്വര പ്രാർത്ഥനയിലൂടെയും ആത്മീയ ബലത്തിലൂടെയും എല്ലാത്തിനെയും തരണം ചെയ്യാൻ കഴിയട്ടെ. വർഷം മധ്യത്തിലെത്തുന്നതോടെ 7-ൽ ചൊവ്വയും 8-ൽ സൂര്യനും 9-ൽ ബുധനും 10-ൽ ഗുരുശുക്ര യോഗവും ഉണ്ടാവുന്നു. 2026 മധ്യകാലം അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദാമ്പത്യ ക്ലേശങ്ങൾ, രോഗപീഠ, അതുമൂലമുള്ള അലച്ചിലും സാമ്പത്തിക കഷ്ടനഷ്ടങ്ങളും, സന്താനങ്ങളുടെ അനാരോഗ്യം, മേലുദ്യോഗസ്ഥരുടെ അപ്രീതി എന്നിവ ഉണ്ടായേക്കാം. 10-ലെ ഗുരുശുക്ര സംയോഗം കർമ്മസ്ഥാനത്തിന് ഉയർച്ചയും സ്ഥാനലബ്ധിയും ബുദ്ധി കൂർമ്മതയും ശ്രേഷ്ഠ കർമ്മങ്ങൾക്ക് ഹേതുവാകുവാനും വസ്ത്രാദി സുഗന്ധലേപനങ്ങൾ വ്യാപാരം ചെയ്യുന്നവനോ കൈകാര്യം ചെയ്യുന്നവനോ ആവുന്നതുമാണ്. ഈ സമയം വസ്ത്രവ്യാപാരികൾക്ക് വളരെ ശ്രേഷ്ഠമായ കാലമായിരിക്കും. രാഹുവിന്റെ ചാരവശാലുള്ള ദോഷങ്ങൾ അകറ്റാൻ സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക. കുജദോഷങ്ങളും മറ്റു ചാരവശാലുള്ള ദോഷങ്ങളും അകറ്റാൻ മാസത്തിൽ ചോതി നക്ഷത്ര നാളിൽ നവഗ്രഹ പൂജ ചെയ്യുക. നന്മയും ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷമാണ് ചാരവശാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് 2026. കഷ്ടതകളാണ് അനുഭവമെങ്കിൽ ജാതക പരിശോധന നടത്തി വേണ്ട പ്രതിവിധികൾ ചെയ്യുക. അടുത്തതായി വിശാഖം നക്ഷത്രക്കാർക്ക് 2026 പൊതുഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാശിചക്രത്തിൽ 200 ഡിഗ്രിക്കും 213 ഡിഗ്രി 20 മിനിറ്റിനുമിടയിൽ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്ര സമൂഹമാണ് വിശാഖം നക്ഷത്രം. തുലാം രാശിയിലാണ് ഈ നക്ഷത്രത്തിന്റെ സ്ഥാനം. നിങ്ങളുടെ നക്ഷത്രം വിശാഖമാകുന്നത് നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ രാശിചക്രത്തിൽ 200 ഡിഗ്രിക്കും 213 ഡിഗ്രി 20 മിനിറ്റിനും ഇടയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്തായതുകൊണ്ടാണ്. വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴവും തുലാം രാശിയുടെ അധിപൻ ശുക്രനുമാണ്. വിശാഖ നക്ഷത്രത്തിന്റെ കാൽഭാഗം വൃശ്ചികൻ രാശിയിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ആയതിനാൽ വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും സ്വഭാവ സവിശേഷതകൾ കാണാൻ സാധിക്കും. പ്രസരിപ്പും പ്രസന്നതയും സദാസമയവും പകർന്നു നൽകുന്നതുമായ സ്വഭാവക്കാരായിരിക്കും. ഈശ്വര വിശ്വാസികളായിരിക്കും. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. പരമ്പരാഗത ചിന്താധാരയായിരിക്കും അവരുടേത്. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരും വഴക്കിടുന്ന പ്രകൃതക്കാരുമാണ് ഇവർ. വിശാഖം വൃശ്ചികം രാശിക്കാർക്ക് വജ്രം അനുകൂലമല്ല. ഇവർക്ക് അനുകൂലമായ രത്നം പുഷ്യരാഗമാണ്.
2026 ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ മഞ്ഞ, ക്രീം നിറങ്ങൾ, വെളുപ്പ്, ഇളം നീല എന്നിവയാണ്. ഇവരുടെ ദേവത ഇന്ദ്രാഗ്നിയാണ്. നക്ഷത്രാധിപൻ വ്യാഴം. മൃഗം സിംഹമാണ്. പക്ഷി കാക്കയാണ്. വൃക്ഷം വയങ്കത. അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് വിശാഖം. പുരുഷ യോനിയാണ് ഈ നക്ഷത്രത്തിന്. വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രന്റെയും ബുധന്റെയും ശുക്രന്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ തൃക്കേട്ട, പൂരാടം, തിരുവോണം. വിശാഖം തുലാം രാശിക്കാർക്ക് കാർത്തിക, മകയിരം. ഇടവൻ രാശി രോഹിണി. വിശാഖം വൃശ്ചികൻ രാശിക്കാർക്ക് മിഥുനം രാശിയിലെ മകയിരം എന്നിവയാണ്. ഈ നാളുകൾ വരുന്ന ദിവസവും ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 2026 പിറക്കുമ്പോൾ വിശാഖ നക്ഷത്രക്കാർക്ക് 2-ൽ ചന്ദ്രൻ, 3-ൽ കുജനും ബുധനും, 4-ൽ രവി ശുക്രന്മാർ, 5-ൽ സർപ്പം, 6-ൽ ശനി, ഭാഗ്യസ്ഥാനത്ത് ഗുരുവും 11-ൽ കേതുവുമാണ്. വിശാഖം വൃശ്ചികക്കൂറുകാർക്ക് ഗുണയോഗവും വിശാഖം തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമാണ്. അഭിവൃദ്ധിയുടെയും പ്രൊമോഷന്റെയും വ്യാപാര വികസനത്തിന്റെയും കാലഘട്ടമാണിത്. വാഹന ബിസിനസ് ചെയ്യുന്നവർക്കും ഊഹക്കച്ചവടക്കാർക്കും ബ്രോക്കർമാർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. വിവാഹ തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ ആലോചനകൾ വന്നു ചേരുകയും ചെയ്യും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യുന്ന സമയമാണിത്. ചെയ്യുന്ന അധ്വാനത്തിന് അനുസരിച്ച് തന്നെ പ്രതിഫലം കിട്ടുന്ന അവസ്ഥ വർഷം മുഴുവനും തുടരും. ആരോഗ്യ കാര്യങ്ങളിൽ നൂതനമായ പദ്ധതികളും ശ്രദ്ധയും ഉണ്ടാവും. പുതിയ വ്യായാമ മുറകൾ പരീക്ഷിക്കും. 2026 ഗൃഹാന്തരീക്ഷം പൊതുവെ സുഖകരമായിരിക്കും. അരയ്ക്ക് താഴ്പോട്ട് പ്രത്യേകിച്ച് മുട്ടിന് അസുഖങ്ങൾ വരുവാനും യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ വ്യാധി കൂടുവാനും ഇടയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. 2026 ഗൃഹാന്തരീക്ഷം പൊതുവെ സുഖകരമായിരിക്കും. ദാമ്പത്യ മേഖല പൊതുവെ സുഖകരമായിരിക്കും. ഭാര്യ വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പിതൃസ്ഥാനീയരുടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ആശങ്കയുണ്ടാക്കും. പ്രത്യേകിച്ച് ഭാര്യാപിതാവിന്റെ ആരോഗ്യത്തിൽ. ധാരാളം ഉല്ലാസയാത്രകൾ ഈ വർഷം നടത്താൻ കഴിയും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കർമ്മവിഘ്നവും ധനനഷ്ടവും വാഹനാപകടവും ശത്രുജയവും ഫലങ്ങളാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ വ്യവഹാരങ്ങളും കലാവിനോദങ്ങളിൽ ഏർപ്പെടാൻ അവസരങ്ങളും കാണുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുദോഷം കൂടുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കഴിയും. പൊതുരംഗത്തു നിന്നും മാറി നിൽക്കുവാനുള്ള അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുവാനുള്ള മാനസികാവസ്ഥകൾ ഉണ്ടാവും. വർഷാവസാനത്തോടെ കർമ്മരംഗം പുഷ്ടിപ്പെടുകയും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാവുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. ആഡംബര കാര്യങ്ങൾക്ക് ഈ വർഷം ധാരാളം പണം ചെലവഴിക്കുന്നതായിരിക്കും. സന്താന ക്ലേശങ്ങൾ വർഷം മുഴുവനും ഉണ്ടാവാം. ചാരവശാലുള്ള പരിഹാരങ്ങൾക്കായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക. മാസത്തിലെ എല്ലാ വിശാഖ നാളുകളിലും നവഗ്രഹ പൂജകൾ ചെയ്യുക. വിദ്യാർത്ഥികളായ വിശാഖ നക്ഷത്രക്കാർ ഏകാഗ്രതയും ഉയർച്ചയ്ക്കുമായി ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകൾ ചെയ്യുക. ത്രിമധുരം വഴിപാടായി കഴിപ്പിക്കുക. പൊതുവെ 2026 ചാരവശാൽ വലിയ ദോഷങ്ങളോ കഷ്ടതകളോ നിറഞ്ഞതായിരിക്കാൻ തരമില്ല. വലിയ കഷ്ടതകളും അലച്ചിലുകളും മനോവിഷമങ്ങളും നേരിടുന്നവർ ജാതക പരിശോധന നടത്തി വേണ്ട പ്രതിവിധികൾ ചെയ്യുക. ഒരു പരിധിവരെയെങ്കിലും കാര്യങ്ങളെ നേരിടുവാനുള്ള കരുത്തും മാർഗവും അത് കാട്ടിത്തരുന്നതായിരിക്കും. ചാരവശാലുള്ള ഫലങ്ങൾ എങ്ങനെയാണെങ്കിലും കർമ്മഫലമാണ് കലിയുഗത്തിൽ അളക്കപ്പെടുന്നത്. ആയതിനാൽ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ആരെയും വഞ്ചിക്കാതിരിക്കുക. ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സത്കർമ്മങ്ങളാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള ഏക വഴിയെന്ന് അറിയുക. നമ്മുടെ തലയിൽ വരച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും അനുഭവിക്കാതെ തരമില്ലെന്ന് മനസ്സിലാക്കുക. ശേഷം ശുഭമാണ്. അടുത്തതായി അനിഴം നക്ഷത്രത്തിൻ്റെ 2026 നക്ഷത്രഫലങ്ങളും പൊതുവായിട്ടുള്ള ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ജ്യോതിഷത്തിലെ 17ാമത്തെ നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. വൃശ്ചികം രാശിയിൽ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്ര സമൂഹമാണിത്. നിങ്ങളുടെ ജാതകത്തിൽ രാശിചക്രത്തിൽ ച എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൃശ്ചികൻ രാശിയിലാണോ എന്ന് നോക്കുക. നിങ്ങൾ ജനിക്കുന്ന സമയം ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ 213 ഡിഗ്രി 20 മിനിറ്റിനും 226 ഡിഗ്രി 40 മിനിറ്റിനും ഇടയിലാണെങ്കിൽ നിങ്ങൾ അനിഴം നക്ഷത്രത്തിലായിരിക്കും ജനിച്ചത്. സംസ്കൃതത്തിൽ ഈ നക്ഷത്രത്തിൻ്റെ പേര് അനുരാധ എന്നാണ്. അനിഴം നക്ഷത്രാധിപൻ ശനിയും രാശ്യാധിപൻ ചൊവ്വയുമാണ്. അനിഴം നക്ഷത്രക്കാരിൽ ശനിയുടെയും ചൊവ്വയുടെയും സ്വഭാവ സവിശേഷതകൾ കാണാൻ കഴിയും. ശനി മന്ദഗതിക്കാരനാണ്. ചൊവ്വ
ചടുലതയുടെയും വൈരുദ്ധ്യാത്മകതയാണ് ഇവ രണ്ടും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്നത്. അനിഴം നക്ഷത്രക്കാരിലും ഇതിന്റെ പ്രഭാവം കാണാൻ കഴിയും. അലസമായി ഇരിക്കുകയും ചടുലമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് അനിഴം നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവമാണ്. ഈ നക്ഷത്രത്തിന്റെ ദേവത മിത്രൻ ആണ്. നക്ഷത്രാധിപൻ ശനിയാണ്. മൃഗം മാൻ ആണ്. പക്ഷി കാക്കയാണ്. വൃക്ഷം ഇലഞ്ഞിയാണ്. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. സ്ത്രീ യോനിയാണ് ഈ നക്ഷത്രം. നക്ഷത്രത്തിന്റെ ചിഹ്നം താമരയാണ്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, അവിട്ടം, തിരുവാതിര, മകയിരം, പുണർദം എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോഴും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിലും ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ നാളുകൾ വരുന്ന ദിവസം പുതിയ സംരംഭങ്ങൾക്ക് മുതിരാതിരിക്കുക. അനിഴം നക്ഷത്രക്കാർക്ക് വജ്രം അനുകൂലമായല്ല കരുതപ്പെടുന്നത്. 2026 ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ കറുപ്പ്, കടും നീല, ചുവപ്പ് എന്നിവയാണ്. 2026 കുടുംബത്തിൽ കലഹമോ ക്ലേശങ്ങളോ ഉണ്ടാവും. സ്വരച്ചേർച്ചയില്ലായ്മ വർഷം മുഴുവൻ ഇവർക്ക് അനുഭവവേദ്യമാകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുമെങ്കിലും ആസ്വദിക്കുവാനോ അനുഭവിക്കുവാനോ ഉള്ള മാനസികാവസ്ഥ ഉണ്ടായി എന്ന് വരില്ല. പല ആഹ്ലാദകരമായ കാര്യങ്ങളും കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടതായി വന്നേക്കാം. നൂതനമായ ആശയങ്ങൾ ഉരുത്തിരിയുമെങ്കിലും ശനിയുടെ സ്വാധീനത്തിൽ ഒന്നും നടപ്പിലാക്കാൻ കഴിയാതെ വരികയും അലസമായി സമയങ്ങൾ നീങ്ങുന്നത് നോക്കി നിൽക്കേണ്ടതായും വന്നേക്കാം. ഉന്മേഷക്കുറവും അലസതയും ഉണ്ടാവും. ഇത് ആരോഗ്യത്തെ ബാധിക്കാനും മതി. ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്താവുന്ന അവസ്ഥകൾ ഉണ്ടാവും. കൃത്യമായ വ്യായാമവും മെഡിറ്റേഷനും കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ സഹായിക്കും. മധ്യവയസ്കരായ 30 വയസ്സിൽ മേലോട്ടുള്ള മിക്ക അനിഴം നക്ഷത്രക്കാർക്കും ഇപ്പോൾ സൂര്യദശയോ ചന്ദ്രദശയോ ആയിരിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് ചന്ദ്രദശ തീരെ നല്ലതല്ല. മാതാവിന് ക്ലേശം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാതാവുമായി കലഹം, മാനസികമായ അകൽച്ച എന്നിവ ഉണ്ടായേക്കാം. സൂര്യദശയിൽ അലച്ചിലും ദുർവ്യയങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളും അവിഹിത ബന്ധങ്ങളിൽ ചെന്ന് ചാടാനും അതുവഴി മാനഹാനിക്കും കാരണമാകുകയും ചെയ്യും. കൂടാതെ ചാരവശാലുള്ള ദോഷങ്ങളും ഉണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം എന്നുള്ള ചിന്തയും ഉണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായി അലട്ടുന്ന വർഷമാണ് 2026. ജൂൺ മാസം ആകുന്നതോടെ വ്യാഴഗ്രഹത്തിന്റെ ചാരവശാലുള്ള ഗുണങ്ങൾ അനുഗ്രഹമായി ലഭിക്കുകയും കാര്യങ്ങൾക്കും വിഘ്നങ്ങൾക്കും ആശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നു. കർമ്മരംഗത്ത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാതെ പഴികൾ കേൾക്കാൻ ഇടവന്നേക്കാം. മറ്റുള്ളവരുടെ അറിഞ്ഞോ അല്ലാതെയുള്ള പ്രവൃത്തികൾക്ക് നിങ്ങൾ സമാധാനം പറയേണ്ട അവസ്ഥ. ഇത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. കർമ്മരംഗത്ത് അലസത പ്രകടമാക്കും. ഇത് സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുകയും ചെയ്യും. ചാരവശാൽ നല്ല സമയമല്ല എന്ന് മനസ്സിലാക്കുക. ക്ഷമയോടെ കാര്യങ്ങൾ നേരെയാവുന്നതുവരെ കാത്തു നിൽക്കുക. ജൂലൈ മാസം തൊട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്. വർഷാവസാനത്തിൽ ഡിസംബർ 5 ഇതിന് സ്ഥായിയായ ഒരു മാറ്റം ഉണ്ടാവുകയും കർമ്മരംഗത്ത് തടസ്സങ്ങളെല്ലാം നീങ്ങുകയും ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ അനിഴം നക്ഷത്രക്കാർക്ക് സമയം അത്ര അനുകൂലമല്ല. ചാരവശാൽ വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരിക്കും. ജൂൺ മാസത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകുന്നുണ്ട്. ആയതിനാൽ ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. കുടുംബ കലഹങ്ങളോ അന്തഃഛിദ്രങ്ങളോ കൂടുതലാണെങ്കിൽ രാഹുപൂജ ചെയ്യുക. കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലെങ്കിൽ അനിഴം നക്ഷത്ര നാളിൽ നവഗ്രഹ പൂജകൾ ചെയ്യുക. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. മിതത്വം പാലിക്കുക. വ്യായാമവും മെഡിറ്റേഷനും ശീലമാക്കുക. ശേഷം കാര്യങ്ങൾ ശുഭകരമാണ്. അടുത്തതായി തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ 2026 പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവിൽ അനുകൂലമായല്ല കാര്യങ്ങൾ പോകുന്നത്. 2025 എല്ലാ അലച്ചിലുകളും സാമ്പത്തിക ക്ലേശങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും കുടുംബത്തിലെ പാകപ്പിഴകളും കർമ്മവിഘ്നങ്ങളും 2026 തുടക്കത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവും. ആത്മീയമായ ഉയർച്ചയുടെ ഒരു വർഷമാണിത്. ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ കൈപ്പിടിയിലാവുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ തട്ടി മാറുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും. 2025 ഡിസംബർ 2026 ജനുവരി കാലഘട്ടത്തിൽ രൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഗൃഹനിർമ്മാണത്തിന് വേണ്ടി എടുത്ത ലോണുകൾ വകമാറ്റി ചെലവഴിക്കുകയോ തുക തികയാത്ത അവസ്ഥകൾ ഉണ്ടാവുകയോ ചെയ്തേക്കാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അപ്രതീക്ഷിതമായ ചെലവുകൾ വരും. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് ഇരുട്ടടി പോലെയായിരിക്കും ഇത്. സാമ്പത്തിക ബാധ്യതകൾ കൂടുന്ന സമയമാണ്. കർമ്മസ്ഥാനത്തെ കേതുവും
പ്രതിസന്ധികൾ ഉണ്ടാക്കും. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയും തെറ്റായ കാര്യങ്ങൾ ചെയ്ത് അവയ്ക്ക് എക്സ്പ്ലനേഷനുകളും മെമ്മോകളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായി വന്നേക്കാം. അശ്രദ്ധയും അലസതയും കർമ്മ മേഖലയെ ആകെ ബാധിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിരാശരാകുവാൻ വേണ്ടിയല്ല. ഇതൊക്കെ ചാരവശാലുള്ള ഫലങ്ങളാണ്. സമയം ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും മനസ്സിലാക്കുക. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതെന്നും മനസ്സിലാക്കുക. ക്ഷമയോടെയും സഹനശക്തി വർദ്ധിപ്പിച്ചും ഈശ്വരാധീനം വർദ്ധിപ്പിച്ചും നേരിടുവാൻ വേണ്ടിയാണ് കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത്. ക്ഷമയോടെയും സഹനശക്തി വർദ്ധിപ്പിച്ചും ഈശ്വരാധീനം വർദ്ധിപ്പിച്ചും കാര്യങ്ങളെ നേരിടുവാൻ പ്രാപ്തമാകുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും കഠിനാധ്വാനം ചെയ്യേണ്ട സമയമാണിത്. കേസുകളും കോടതി വ്യവഹാരങ്ങളും ഉണ്ടായേക്കാം. തുടക്കത്തിൽ തിരിച്ചടികളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. 2026 ജൂൺ മാസം ആകുമ്പോഴേക്കും വ്യാഴഗ്രഹം ഭാഗ്യസ്ഥാനത്തേക്ക് കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. ഇത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ ഒരു തുടക്കത്തിന്റെ സമയമാണ്. അതോടുകൂടി ജീവിതചക്രത്തിനാകെ പുതു ഊർജം ലഭിക്കുകയും മാറ്റങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആഗസ്റ്റ് മാസത്തിലെ ഗുരുശുക്ര സംയോഗമൊക്കെ ഭാഗ്യം കൊണ്ടുവരുന്ന മുഹൂർത്തങ്ങളാണ്. വർഷാവസാനത്തോടെ വരുന്ന രാഹുവിൻ്റെ രാശിമാറ്റം കുടുംബത്തിൽ നഷ്ടപ്പെട്ട ഐക്യവും സമാധാനവും തിരിച്ചു കിട്ടുവാനും ഇടയാക്കുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർ ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നിരാശരാവാതെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഊർജം നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. തുടങ്ങിപ്പോയാൽ അതിന് അഡിക്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള കാലമാണിതെന്നും അറിയുക. പോലീസുമായും നിയമ സംവിധാനമായും നിരന്തരം ഇടപഴകേണ്ട സാഹചര്യങ്ങൾ വർഷത്തിന്റെ ആദ്യ നാളുകളിൽ ഉണ്ടായേക്കാം. സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാനുള്ള വല്ലാത്ത ഉൾപ്രേരണകൾ ഉണ്ടാവും. ഇത് അതിനുള്ള സമയമല്ല എന്ന് അറിയുക. മേലുദ്യോഗസ്ഥരോട് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ട് സ്വയം കുഴി കുഴിക്കാതെ നോക്കുക. 2026 ജൂൺ ജൂലൈ മാസത്തോടെ മാത്രമേ നിങ്ങൾക്ക് അനുകൂലമായി കാറ്റ് വീശി തുടങ്ങുന്നുള്ളൂ എന്നും മനസ്സിലാക്കുക. മധ്യവയസ്കരായ കുടുംബസ്ഥരായ മിക്ക തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇപ്പോൾ ചന്ദ്രദശയോ കുജദശയോ രാഹുദശയോ ആയിരിക്കും. ചന്ദ്രദശയും രാഹുദശയും ഒട്ടും അനുകൂലമാകാൻ തരമില്ല, പ്രത്യേകിച്ച് ജാതകത്തിൽ ചന്ദ്രന് ബലമില്ലെങ്കിൽ. ആയതിനാൽ ദുർഗാക്ഷേത്രങ്ങളിൽ പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശത്രുദോഷങ്ങൾക്കായി കലശപൂജകൾ ചെയ്യുക. ദേവീക്ഷേത്രങ്ങളിൽ ശത്രുസംഹാര പൂജകൾ ചെയ്യുക. ചാരവശാലുള്ള എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായി ഒറ്റമുരിയായി തൃക്കേട്ട നക്ഷത്രനാളിൽ നവഗ്രഹ പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. പ്രത്യേകിച്ച് മാതൃസ്ഥാനീയർക്ക് വസ്ത്രങ്ങൾ നൽകി അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുക. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ 2026 നക്ഷത്രഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജ്യോതിഷത്തിലെ 19ാമത്തെ നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ധനുരാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണിത്. ധൈര്യവും നേത്രപാടവവും അറിവും സ്വതന്ത്ര ചിന്താഗതിയും ഈ നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവമാണ്. നക്ഷത്രാധിപൻ കേതുവാണ്. രാശിനാഥൻ വ്യാഴമാണ്. ഈ നക്ഷത്രക്കാർക്ക് വജ്രം ധരിക്കുന്നത് അനുകൂലമായല്ല കണക്കാക്കുന്നത്. 2026 അനുകൂലമായ നിറങ്ങൾ വെള്ള, മഞ്ഞ എന്നിവയാണ്. മൂലം നക്ഷത്രത്തിൻ്റെ മൃഗം നായ ആണ്. പക്ഷി കോഴിയാണ്. വൃക്ഷം വെള്ളപ്പൈൻ എന്ന വൃക്ഷമാണ്. ഭൂതം വായുവാണ്. അസുര ഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മൂലം. പുരുഷ യോനിയാണ് ഈ നക്ഷത്രത്തിന്. മൂലം നക്ഷത്രക്കാർക്ക് സൂര്യന്റെയും ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ദശാപഹാര കാലങ്ങൾ നല്ലതായിരിക്കില്ല. 2026 തുടക്കം മൂലം നക്ഷത്രക്കാർക്ക് 2025 അവസാനത്തെ വിധിവിശേഷങ്ങൾ തന്നെയായിരിക്കും തുടരുന്നത്. 3-ൽ രാഹുവും 4-ൽ ശനിയും 7-ൽ വ്യാഴവും 9-ൽ കേതുവും തുടരുന്നുണ്ട്. കണ്ടകശനിക്കാലം വർഷം മുഴുവൻ തുടരുന്നുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥതയും സ്വരച്ചേർച്ചയില്ലായ്മയും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും മക്കളെ ഓർത്ത് മനസ്സമാധാനക്കുറവും ഉണ്ടാവും. സഹോദര സ്ഥാനീയർക്കും സമയം അനുകൂലമല്ല. സഹോദരങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും. സഹോദര സ്ഥാനീയരുടെ വിവാഹ മംഗളാദി കാര്യങ്ങളിലോ ഗൃഹനിർമ്മാണങ്ങളിലോ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് മാറ്റങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2026. ബിസിനസ്സിൽ പുതിയ ആശയങ്ങളും നൂതന ഉൾപ്പെടുത്തും. സാമ്പത്തിക സ്ഥിതി 2025 തുല്യം തന്നെയായിരിക്കും 2026. വിദ്യാർത്ഥികൾക്ക് പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടി എന്ന് വരില്ല.
നിരാശരാവാതെ പ്രയത്നം തുടരുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ചില കഷ്ടപ്പാടുകളും അലച്ചിലുകളുമൊക്കെ ഉണ്ടാവും. നടുവേദന, പേശിവേദന ഇവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടെ അലട്ടുന്നതായിരിക്കും. വാഹന യോഗമുള്ള ഒരു വർഷമായിരിക്കും 2026. പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ചു മാസങ്ങൾ വാഹന ലോണുകളൊക്കെ തടസ്സങ്ങളില്ലാതെ പാസ്സാകും. ഇഷ്ടവാഹനങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യും. വസ്തുവ്യാപാരം, വ്യവഹാരം, ഊഹക്കച്ചവടം, ഏജൻസി എന്നിവയിൽ നിന്നും സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാവും. മധ്യവയസ്കരായ മൂലം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ചന്ദ്രദശയോ ചൊവ്വാദശയോ ഒക്കെ ആയിരിക്കും നടക്കുന്നത്. ചന്ദ്രദശയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. രക്തസംബന്ധമായ പ്രശ്നങ്ങൾ അധികരിക്കാം. ചൊവ്വാദശയാണെങ്കിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനാവാതെ കഷ്ടപ്പെടും. 2026 ജൂൺ മാസം വരെ മൂലം നക്ഷത്രക്കാർക്ക് സുഖദുഃഖ സമ്മിശ്രമായിരിക്കുമെങ്കിലും ജൂലൈ മാസത്തോടെ ദോഷാധിക്യം കൂടുതലായിരിക്കും. കണ്ടകശനിക്കാലവും 8-ൽ വ്യാഴവും വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വിദേശവാസം, ഇഷ്ടജനങ്ങളെ വിട്ടു നിൽക്കേണ്ടതായി വരിക, അലച്ചിലും അധ്വാനത്തിന് വിലയില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുക, ഇതൊക്കെയാണ് ഫലം. ജാതകത്തിൽ ശനിക്കും വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ ഒരു പരിധിവരെ വലിയ പ്രശ്നങ്ങളില്ലാതെ പരിക്കുകളേൽക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയും. പുതിയ സംരംഭങ്ങൾ ആലോചിച്ച് മാത്രം ഒരു തീരുമാനമെടുക്കുക. എടുത്തു ചാടി ചെയ്യാതിരിക്കുക. അനാവശ്യ കലഹങ്ങളിൽ ഏർപ്പെടുവാനുള്ള പ്രവണതയുണ്ടാവും. പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയരോട് ആത്മനിയന്ത്രണം പാലിക്കുക. കണ്ടകശനി ദോഷങ്ങൾ അകറ്റാൻ ശനീശ്വര പ്രീതി വരുത്തുക. ശനിയാഴ്ച ദാനധർമ്മങ്ങൾ ചെയ്യുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ വിഷ്ണു സഹസ്രനാമം ശീലമാക്കുക. കഷ്ടതകൾ ഏറുകയാണെങ്കിൽ എല്ലാ മാസവും മൂലം നാളിൽ നവഗ്രഹ പൂജകൾ ചെയ്യുക. ആത്മീയ ബലം വർദ്ധിപ്പിച്ച് കെട്ട സമയമാണെന്ന അറിവിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളുക. നമ്മുടെ തന്നെ കർമ്മത്തിന്റെ ബാക്കി പത്രമാണ് വർത്തമാനകാലമെന്ന് അറിയുക. അലസതയും ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളെയും മറികടക്കുവാൻ വ്യായാമവും മെഡിറ്റേഷനും ജീവിതത്തിന്റെ ഭാഗമാക്കുക. അടുത്തതായി നമുക്ക് പൂരാടം നക്ഷത്രക്കാരുടെ 2026 ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രമാണ് പൂരാടം. സൗഹൃദങ്ങളെ വിലമതിക്കുന്നവരാണ് പൂരാടം നക്ഷത്രക്കാർ. ധാരാളം ബന്ധങ്ങളിൽ ചേർന്ന് ചാടുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ പൂരാടം നക്ഷത്രക്കാരുടെ സൗഹൃദ വലയം വിപുലമായിരിക്കും. എന്നാൽ ദാമ്പത്യ ബന്ധം പ്രശ്നങ്ങൾ നിറഞ്ഞതുമായിരിക്കും. ശുക്രദശയിലാണ് ഇവരുടെ ജീവിതം ആരംഭിക്കുന്നത്. ശുക്രന് ബലമില്ലെങ്കിൽ ശൈശവത്തിൽ ധാരാളം കഷ്ടതകൾ അനുഭവിക്കുവാൻ ഇടയാകും. നക്ഷത്രാധിപൻ ശുക്രൻ ആണ്. രാശ്യാധിപൻ വ്യാഴമാണ്. മൃഗം വാനരൻ ആണ്. പക്ഷി കോഴിയാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം. പുരുഷ യോനിയാണ്. മുറത്തിന്റെ ചിഹ്നമാണ് ഈ നക്ഷത്രത്തിന്. വജ്രം അനുകൂലമായ രത്നമാണ്. 2026 ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ വെളുപ്പ്, മഞ്ഞ എന്നിവയാണ്. നിയമരംഗം, ബാങ്കിംഗ്, സർക്കാർ സർവീസുകൾ, തുണി വ്യവസായം എന്നിവയിലൊക്കെ ഈ നക്ഷത്രക്കാർ ശോഭിക്കും. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ തിരുവോണം, ചതയം, ഉത്രട്ടാതി, പൂയം, ആയില്യം എന്നിവയാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ ദശാപഹാര കാലം നല്ലതായിരിക്കില്ല. ചന്ദ്രൻ്റെയും ശനിയുടെയും ദശാപഹാര കാലങ്ങളും നല്ലതായിരിക്കില്ല. കുറച്ച് കാലമായി പൂരാടം നക്ഷത്രക്കാർക്ക് അത്ര നല്ല കാലമല്ല. 2025 നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. 2025 കണ്ടകശനിക്കാലമായിരുന്നു. അത് 2026 തുടരുന്നുണ്ട്. കണ്ടകശനിക്കാലമാണെങ്കിലും വ്യാഴക്ഷേത്രത്തിലാണ് ശനി തുടരുന്നത് എന്ന് മാത്രമാണ് ആശ്വാസം. 3-ലെ രാഹു സഹോദര സ്ഥാനീയർക്ക് അനുകൂലമല്ല. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ജീവിത പങ്കാളിയെ കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും സഹായങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ അനുഭവ ഭേദ്യമാകുന്ന തരത്തിലായിരിക്കും. സന്താന സുഖവും ബുദ്ധി കൂർമ്മതയും പ്രകടിപ്പിക്കുന്ന സമയമാണിത്. ശത്രു കാരണം ധാരാളം ധനച്ചെലവുകൾ ഈ സമയം പ്രതീക്ഷിക്കാം. ശത്രുക്കളുമായി രമ്യതയിലോ ഒത്തുതീർപ്പിലോ എത്തുന്നതായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് നല്ലത്. ജൂൺ മാസം വരെ വ്യാഴം 7-ൽ തുടരുന്നുണ്ട്. ഇത് ജീവിത പങ്കാളിയിൽ നിന്നും കരുതലും വ്യാപാര പങ്കാളികളിൽ നിന്ന് വിശ്വാസവും സഹകരണവും ഉറപ്പുവരുത്തുന്നു. നൂതനവും പരമ്പരാഗതവുമായ ആശയങ്ങൾ ബിസിനസ്സിലും ജോലിസ്ഥലത്തും ജീവിതത്തിലും പ്രാവർത്തികമാക്കും. ജൂണിന് ശേഷം വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. ഇത് അല്ലറ ചില്ലറ പ്രതിസന്ധികൾ ആരോഗ്യകാര്യത്തിലും കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാക്കും. രാഹുവിൻ്റെ ദശ നടക്കുന്ന പൂരാടം നക്ഷത്രക്കാർ കുറച്ചുകൂടി ജാഗ്രതയോടെ ജീവിത രീതികളിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തുന്നത് നല്ലതായിരിക്കും. തെറ്റായ ബന്ധങ്ങൾ കുഴിയിൽ ചാടിച്ചേക്കാം. രാഹുദശയും കണ്ടകശനിക്കാലവും
8-ൽ വ്യാഴവും ഒക്കെ ഒരുമിച്ച് വരുന്ന കാലമാണെന്ന് ഓർക്കുക. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. മായ കാഴ്ചകളിൽ വീഴാതെ ശ്രദ്ധിക്കുക. ആത്മീയ ബലത്തിലൂടെ ഈശ്വരാധീനത്തിലൂടെയും ഇതിനെയൊക്കെ അതിജീവിക്കുക. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളെ നഷ്ടപ്പെടുവാനുള്ള യോഗമുള്ള വർഷമാണിത്. ആ നഷ്ടങ്ങൾ എത്രത്തോളം വലുതാണെന്ന് തിരിച്ചറിയാൻ പോലും നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ കഴിഞ്ഞു എന്ന് വരില്ല. ഭാഗ്യസ്ഥാനത്ത് വർഷത്തിൻ്റെ അവസാനം വരെ കേതു തുടരുന്നുണ്ട്. ഭാഗ്യാവസരങ്ങൾ നിരവധി വരുമെങ്കിലും പലതും അനുഭവവേദ്യമാകണമെന്നില്ല. ഗൃഹനിർമ്മാണം, ഗൃഹം ഓടിപിടിപ്പിക്കൽ എന്നിവയൊക്കെ ഈ വർഷം കാണുന്നുണ്ട്. ദൂരയാത്രകളും ഉല്ലാസയാത്രകളും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകും. വിദേശ യാത്രകൾക്കും സാധ്യതയുണ്ട്. സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. ജോലിസ്ഥലത്ത് ബഹുമാനിക്കപ്പെടുകയും സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും. വാഹനം, പുതിയ വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ കഴിയും. അതിന്മേൽ സാമ്പത്തിക ബാധ്യത വരാതെ ശ്രദ്ധിക്കണം. ശനിദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും 2025-2026 വർഷത്തിൽ ഉണ്ടായി. 2025 അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ 2026 പ്രതീക്ഷിക്കാം. നന്മയുള്ളവർക്കും സന്മനസ്സുള്ളവർക്കും മാത്രമേ സമാധാനം ഉണ്ടാവൂ എന്ന് സത്കർമ്മങ്ങൾ ജീവിതചര്യയുടെ ഭാഗമാക്കുക. ശേഷം ശുഭകരമാണ്. ഇനി ഉത്രാടം നക്ഷത്രക്കാർക്ക് 2026 നക്ഷത്രഫലവും പൊതുവായിട്ടുള്ള കാര്യങ്ങളും നോക്കാം. ജ്യോതിഷത്തിലെ 21ാമത്തെ നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം. ഇത് ധനുരാശിയുടെ അവസാന ഭാഗത്തും മകരൻ രാശിയുടെ ആദ്യ ഭാഗത്തുമായി വ്യാപിച്ചു കിടക്കുകയാണ്. കഠിനാധ്വാനികളുടെ നക്ഷത്രമാണിത്. നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ. ഈശ്വരഭക്തിയുള്ളവരും ആയിരിക്കും. സൂര്യനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. മാണിക്യമാണ് ഇവർക്ക് അനുകൂലമായ രത്നം. അനുകൂലമായ നിറങ്ങൾ കറുപ്പ്, കടും നീല, മഞ്ഞ എന്നിവയാണ്. ഈ നക്ഷത്രത്തിന്റെ മൃഗം കാളയാണ്. പക്ഷി കോഴിയാണ്. വൃക്ഷം പ്ലാവ് ആണ്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണിത്. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ആനക്കൊമ്പ് ആണ്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ അവിട്ടം, പോരൂരുട്ടാതി, രേവതി. ഉത്രാടം അവസാനത്തെ 3/4 ഭാഗങ്ങൾക്ക് മാത്രം. മകം, പൂരം, ഉത്രം. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക. ഈ നക്ഷത്രക്കാരുമായി കൂട്ടു ബിസിനസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ ചൊവ്വയുടെയും ബുധന്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. 2026 തുടക്കത്തിൽ 2-ൽ രാഹുവും 3-ൽ ശനിയും 6-ൽ വ്യാഴവും 8-ൽ കേതുവും 12-ൽ കുജനും ബുധനും ലഗ്നത്തിൽ ശുക്രനും രവിയുമാണുള്ളത്. സാമ്പത്തിക കാര്യങ്ങൾ ഭദ്രമായിരിക്കില്ല. വർഷത്തിന്റെ തുടക്കത്തിൽ ബിസിനസ്സുകാർ വഞ്ചനകളിലോ തട്ടിപ്പുകളിലോ പെട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിവെക്കും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ഗുരുക്കന്മാരോടോ എക്സ്പേർട്ട് ആയവരോടോ അഭിപ്രായങ്ങൾ ആരായുന്നത് നല്ലതായിരിക്കും. കാര്യങ്ങൾ പഠിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. എടുത്തു ചാടിയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നഷ്ടത്തിൽ കലാശിച്ചേക്കാം. ഉത്രാടം നക്ഷത്രക്കാർ സ്വാർത്ഥിക ഗുണം കൂടിയവരാണ്. കൗശലക്കാരായ മറ്റുള്ളവർ ഇവരെ പറ്റിക്കാൻ മാത്രമായി അടുത്തുകൂടുന്നത് കണ്ടുവരാറുണ്ട്. ഈ കാലയളവിൽ ഉത്രാടം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ദാമ്പത്യ സുഖവും ജീവിത പങ്കാളിയെ കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവും. സ്വപ്രയത്നം കൊണ്ടും ബുദ്ധി കൂർമ്മത കൊണ്ടും സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ഈ സമയങ്ങളിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുവാനും കൃത്യതയാർന്ന ആശയവിനിമയങ്ങളും ധീരതയും ഉത്രാടം നക്ഷത്രക്കാർക്ക് സഹായകരമാകും. ജൂൺ ജൂലൈ മാസമാകുന്നതോടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സത്പ്രവൃത്തികൾക്കുമുള്ള പ്രതിഫലം കിട്ടിത്തുടങ്ങും. ജൂൺ മാസത്തെ വ്യാഴത്തിന്റെ രാശിമാറ്റം ബാക്കിയുള്ള 2026 വർഷത്തെ ശോഭനമാക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പ്രത്യേകം ഊർജത്തോടെ കർമ്മരംഗത്തും സാമൂഹ്യ ജീവിതത്തിലും മുന്നോട്ട് കുതിക്കുവാനുമാകും. ജാതകത്തിൽ വ്യാഴത്തിനും ചന്ദ്രനും ബലമുള്ളതാണെങ്കിൽ കേസരി യോഗ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ചന്ദ്രന് ബലമില്ലെങ്കിലും ഉച്ചസ്ഥനായ വ്യാഴം നല്ല ഫലങ്ങൾ തന്നെ തരുന്നതായിരിക്കും. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടായേക്കാം. 7-ാം ഭാവത്തിൽ ഗുരുവും ബുധനും സംയോജിക്കുന്ന കാലം കൂടിയാണിത്. ശത്രുദോഷങ്ങൾ അകലും, അഥവാ അജ്ഞാതരായ ശത്രുക്കൾ വെളിപ്പെടുകയും ശത്രുക്കളൊക്കെ രമ്യതയിൽ എത്തിച്ചേരുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് രക്തസംബന്ധമായത്, പുറം വേദനകൾ എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. യഥാസമയം ചികിത്സയിലൂടെ അവ മറികടക്കാൻ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയെ കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണിത്. വർഷത്തിന്റെ അവസാനം ഉല്ലാസപൂർണമായിരിക്കും.
കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പന്നതയും കളിയാടും. തുടർന്നും സത്പ്രവൃത്തികളും പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കുക. വെല്ലുവിളികളെ തരണം ചെയ്യുവാനുള്ള ആത്മീയ ശക്തി ഉത്രാടം നക്ഷത്രക്കാർക്ക് ജന്മസിദ്ധമാണ്. വർഷത്തിന്റെ അവസാനം ഡിസംബറോടെ രാഹുവിന്റെ രാശിമാറ്റം ചില മായികമായ അവസ്ഥകളിലേക്ക് ഉത്രാടം നക്ഷത്രക്കാരെ എത്തിച്ചേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ 2027 കാത്തു നിൽക്കുന്നുണ്ടെന്ന സൂചനയാണ് അത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും യഥാസമയം ചികിത്സിച്ച് മുന്നോട്ട് പോകുക. ശേഷം കാര്യങ്ങൾ ശുഭകരമാണ്. അടുത്തതായി തിരുവോണം നക്ഷത്രക്കാരുടെ 2026 നക്ഷത്രഫലവും പൊതുവായിട്ടുള്ള കാര്യങ്ങളും നോക്കാം. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് തിരുവോണം. നക്ഷത്ര ദേവത വിഷ്ണുവാണ്. മൃഗം പെൺകുരങ്ങാണ്. വൃക്ഷം എരുക്ക് ആണ്. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവോണം. പുരുഷ നക്ഷത്രമാണിത്. പക്ഷി കോഴിയാണ്. ഭൂതം വായു. സാമ്പത്തിക കാര്യങ്ങളിൽ കാട്ടുന്ന ജാഗ്രതയും പിശുക്കും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിറന്ന നാട് വിട്ട് ജീവിക്കുവാൻ യോഗമുള്ളവരും ആഗ്രഹമുള്ളവരുമാണ് തിരുവോണം നക്ഷത്രക്കാർ. ദശാനാഥൻ ചന്ദ്രനാണ്. രാശാധിപൻ ശനിയാണ്. 30 വയസ്സുവരെ നിരന്തരമായ മാറ്റങ്ങളിലൂടെയും പരിവർത്തനപ്പെട്ട സ്വഭാവ സവിശേഷതകളായിരിക്കും തിരുവോണം നക്ഷത്രക്കാരുടേത്. ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ശോഭിക്കുന്നവരായിരിക്കും ഇവർ. പൊതുവെ കുടുംബജീവിതം ആഹ്ലാദകരവും സന്തോഷകരവുമായിരിക്കും. തിരുവോണം നക്ഷത്രക്കാരുടെ അനുകൂലമായ രത്നം മുത്ത് ആണ്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രക്കാർ ചതയം, ഉത്രട്ടാതി, അശ്വതി, മകം, പൂരം എന്നിവയാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവെ ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശാപഹാര കാലങ്ങൾ നല്ലതായിരിക്കില്ല. 2026 തിരുവോണം നക്ഷത്രക്കാർക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന വർഷമാണ്. സാമ്പത്തിക അച്ചടക്കം നിങ്ങളുടെ സത്വത്തിൽ അലിഞ്ഞതാണെങ്കിലും ചില കാര്യങ്ങൾ നിയന്ത്രിക്കാനാവാതെ വരും. ഉദാഹരണത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാതെ തരമില്ലാതെയാകും. ആരോഗ്യ ഇൻഷുറൻസുകൾ എടുത്തവർക്ക് വലിയ ബാധ്യതകൾ വരില്ല. സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങും. ഉല്ലാസയാത്രകൾ നടത്തും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും. ആളുകൾ അംഗീകരിക്കും. പ്രശസ്തിയും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോ സർക്കാർ ധനസഹായങ്ങളോ ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പാത സ്വയം കണ്ടെത്തുന്നതിൽ വിജയിക്കും. വിദേശ ജോലി നോക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. വർഷത്തിൻ്റെ പകുതി ആവുന്നതോടുകൂടി വിദേശ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതിനു വേണ്ട ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. സർക്കാർ സർവീസിനുള്ളിൽ ജോലി ചെയ്യുന്നവർക്കും സമയം അനുകൂലമാണ്. ഇഷ്ടജനങ്ങളോടൊപ്പം ജോലി ചെയ്യുവാനും സന്തോഷകരമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുവാനുമുള്ള സാഹചര്യം ഉണ്ടാവും. വിവാഹാലോചനകൾ നോക്കുന്നവർക്ക് വർഷത്തിൻ്റെ മധ്യത്തോടെ ഇഷ്ട വിവാഹയോഗം ഉണ്ടാവും. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നോക്കുദോഷമോ ശത്രുദോഷമോ അനുഭവപ്പെട്ടേക്കാം. ജാഗ്രത പാലിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. വാക്കുദോഷങ്ങൾ കൊണ്ട് ശത്രുത ഉണ്ടായേക്കാം. മറ്റുള്ളവർക്ക് അനാവശ്യ പ്രലോഭനങ്ങളും പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളും നൽകാതിരിക്കുക. അത് നേരെ തിരിച്ചു വന്ന് വിനയാകാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുടെ ആരോഗ്യനില വഷളാകും. രാത്രികാല യാത്രകൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ്. ഭാര്യാസ്വത്ത് ഭാഗം ചെയ്ത് കിട്ടാനോ ഭാര്യ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാവാനോ അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ അവസാനം കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും. കഷ്ടതകൾ നേരിടുന്ന തിരുവോണം നക്ഷത്രക്കാർ ജാതക വിശകലനം ചെയ്യുക. ജാതകത്തിലെ ദോഷങ്ങൾക്കോ ഗൃഹപ്പിഴകൾക്കോ പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ചാരവശാൽ 2026 ജൂണിന് ശേഷം തിരുവോണം നക്ഷത്രക്കാർക്ക് സമയം അനുകൂലമാണ്. അടുത്തതായി അവിട്ടം നക്ഷത്രക്കാരുടെ 2026 നക്ഷത്രഫലവും പൊതുവായിട്ടുള്ള കാര്യങ്ങളും നോക്കാം. മകരൻ രാശിയിലും കുംഭൻ രാശിയിലും വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് അവിട്ടം. ഈ നാളിൽ ജനിച്ചവർ സംഗീതപ്രിയരായും ദാനധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നവരായും ശൗര്യം കൂടിയവരായും മന്ദഗതിയിൽ ചിന്തിക്കുന്നവരായും ഉയർന്ന ആത്മാഭിമാനമുള്ളവരായും കർക്കശമായ പെരുമാറ്റം ഉള്ളവരായും ഫലിച്ചിടും. അവിട്ടം നക്ഷത്രക്കാർ പൊതുവേ റൊമാൻറ്റിക് ആയിരിക്കില്ല. എങ്കിലും ഇവരുടെ സ്വഭാവ സവിശേഷതകൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ തന്നെ ഇവർക്ക് ലഭിക്കും. ഈ നക്ഷത്രത്തിന്റെ ദേവത വസുക്കൾ ആണ്. നക്ഷത്രാധിപൻ കുജനാണ്. പക്ഷി മയിൽ ആണ്. ഭൂതം ആകാശമാണ്. അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അവിട്ടം. സ്ത്രീ നക്ഷത്രമാണിത്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി, രേവതി,
ഭരണി എന്നിവയാണ്. 2026 അവിട്ടം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിരിക്കും. വർഷത്തിന്റെ അവസാനം ദോഷാധിക്യം കൂടിയും ഇരിക്കും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 2025 തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അലച്ചിലുകൾ കാരണം ശരീരക്ഷീണം ഉണ്ടാവും. യഥാസമയം ചികിത്സ നടത്തേണ്ടതാണ്. ചികിത്സ നടത്താൻ മാനസികമായി മടി കാണിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. മനസ്സിൽ പല പദ്ധതികളും ആവിഷ്കരിക്കുമെങ്കിലും പകുതി മാത്രമേ പ്രാവർത്തികമാക്കുവാൻ കഴിയുകയുള്ളൂ. വിദ്യാർത്ഥികൾ തങ്ങളുടെ പാഠ്യ പദ്ധതിയോ പഠന പദ്ധതിയോ പുനർചിന്തനത്തിന് വിധേയമാക്കും. മുന്നോട്ടുള്ള പ്രയാണം വിഷമകരമായ അവസ്ഥകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. പ്രണയ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങുവാനും ഇഷ്ടവിവാഹത്തിന് യോഗമുള്ള വർഷമാണിത്. കച്ചവട വ്യാപാര ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പതുക്കെയാണെങ്കിലും ഉയർച്ചയുണ്ടാകുന്ന കാര്യങ്ങളാണ് 2026 സംഭവിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റിന് അനുസരിച്ച് ലാഭം ലഭിക്കണമെന്നില്ല. അവിട്ടം 2ാം പാദക്കാർക്ക് 7ര ശനിയുടെ അവസാന കാലഘട്ടമാണ്. ഇത്രയും നാൾ അനുഷ്ഠിച്ച ധർമ്മജീവിതത്തിൻ്റെയും പാപങ്ങളുടെയും കണക്കെടുപ്പ് സമയം കൂടിയാണിത്. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും. വാഹനയോഗം ഉണ്ടാവും. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനായി ലോണുകളും വായ്പകളും എടുക്കേണ്ടതായി വരും. വർഷത്തിന്റെ ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും. ബുദ്ധി കൂർമ്മത പ്രകടിപ്പിക്കും. നയചാതുര്യത്തോടെയും ബുദ്ധിശക്തി ഉപയോഗിച്ചും ധനസമ്പാദനം നടത്തും. കുടുംബത്തിൽ പൊതുവെ സമാധാനം കളിയാടും. വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. 7ര ശനി ദോഷങ്ങൾ അകറ്റാൻ ശാസ്താവിന് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനവും എണ്ണയും സമർപ്പിക്കുക. വർഷം മുഴുവൻ ഇത് തുടരുക. 7ര ശനിദോഷം വലിയ തോതിൽ ബാധിച്ചവർ ശനിയാഴ്ച വ്രതം എടുക്കുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ സഹോദര സ്ഥാനീയർക്ക് ഉയർച്ചയും അതുവഴി മനസ്സന്തോഷവും ഉണ്ടാവും. ഗുരു ശുക്ര സംയോഗവും ഭാഗ്യം കൊണ്ടുവരും. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ചില്ലറ അരിഷ്ടതകൾ ഉണ്ടാവും. ശത്രുവിനെ കൊണ്ടുള്ള ചിലവുകൾ വർദ്ധിക്കും. വ്യവഹാരങ്ങൾ ഉണ്ടാവും. നിയമപ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ദോഷപരിഹാരങ്ങൾ ചെയ്യുക. കർമ്മരംഗം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ദോഷാധിക്യം കണ്ടേക്കാം. മേലുദ്യോഗസ്ഥരോട് തട്ടിക്കയറി അവരുടെ അപ്രീതിക്ക് പാത്രമാകാതെ ശ്രദ്ധിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആത്മനിയന്ത്രണം പാലിക്കുക. ജീവിതത്തിലെ പരിണാമത്തിന്റെ കാലമാണിത്. കേതുദശയിലുള്ള അവിട്ടം നക്ഷത്രക്കാർ പലവിധ പരീക്ഷണങ്ങളെ നേരിട്ടേക്കാം. ആത്മീയ ബലം കൊണ്ടും ഈശ്വരാധീനം വർദ്ധിപ്പിച്ചും അതിനെ തരണം ചെയ്യുക. വ്യായാമവും മെഡിറ്റേഷനും ഈശ്വര പ്രാർത്ഥനയും സത്കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ എന്നിവ ജീവിതചര്യയാക്കുന്നതിലൂടെ ഈ കടലും നീന്തിക്കടക്കുവാൻ കഴിയും. ചാരവശാൽ ഭാഗ്യാനുഭവങ്ങളും ഈ വർഷം ഉണ്ടാവും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവും. പുത്രസുഖം അനുഭവിക്കാൻ യോഗമുണ്ടാകും. ചികിത്സകൾ ഫലിക്കുന്ന വർഷം കൂടിയാണിത്. ശനിപ്രീതിയും വ്യാഴപ്രീതിയും വരുത്തുക. ശേഷം ശുഭകരമായിരിക്കും. അടുത്തതായി ചതയം നക്ഷത്രത്തിന്റെ 2026 നക്ഷത്രഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂർണ്ണമായും കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് ചതയം. രൂക്ഷ ഭാഷണവും ശത്രുജയവും സാഹസികതയും തർക്ക വിജയവും ബുദ്ധി സാമർഥ്യവും ആത്മീയതയും ഒക്കെയാണ് ഈ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം. സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുകയും കാര്യങ്ങൾ തുറന്നു പറയുന്ന പ്രകൃതക്കാരാവുകയും ചെയ്യുന്നവരാണ് ചതയം നക്ഷത്രക്കാർ. ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ്. അസുര ഗണത്തിൽപ്പെട്ട നക്ഷത്രമാണിത്. പെൺകുതിരയാണ് മൃഗം. വൃക്ഷം കടമ്പ് ആണ്. പക്ഷി മയിലാണ്. സ്ത്രീ നക്ഷത്രമാണിത്. നക്ഷത്രാധിപൻ രാഹുവാണ്. അനുകൂലമായ രത്നം ഗോമേതകമാണ്. അനുകൂലമായ നിറം കറുപ്പ് ആണ്. പ്രതികൂലമായ നക്ഷത്രങ്ങൾ ഉത്രട്ടാതി, അശ്വതി, കാർത്തിക, ഉത്രം, അത്തം എന്നിവയാണ്. 2025 തുടർച്ച തന്നെയായിരിക്കും 2026 ചതയം നക്ഷത്രക്കാർക്ക്. 7ര ശനിക്കാലം തുടരുകയാണ്. ദുർവ്യയങ്ങളും തൊഴിൽ നഷ്ടവും സ്ഥാനനഷ്ടവും അലച്ചിലുമൊക്കെയാണ് 2025 അത് തുടരുന്നുണ്ട് 2026. 2026 തുടക്കത്തിൽ ലഗ്നത്തിൽ രാഹുവും 2-ൽ ശനിയും 5-ൽ വ്യാഴവും 7-ൽ കേതുവും ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രനും കർമ്മസ്ഥാനമായ 10-ൽ ബുധശുക്രന്മാരും ലാഭസ്ഥാനമായ 11-ൽ രവി കുജന്മാരുമാണ് ഉള്ളത്. 10-ലെ ബുധശുക്ര യോഗം വർഷാരംഭത്തിൽ ഭാഗ്യവും ലാഭവും കൊണ്ടുവരും. ഗൃഹസുഖവും കർമ്മഗുണവും ബന്ധുസമാഗമവും വസ്തുവാഹന ലാഭവും ഉണ്ടാവും. വർഷങ്ങളായി അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. കൃത്യമായ രോഗനിർണയം നടക്കുകയും ചികിത്സക്ക് വഴി തുറന്നു കിട്ടുകയും ചെയ്യും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ യാത്രാക്ലേശങ്ങളും സാമ്പത്തിക പരാധീനതകളും ശത്രുഭയവും ഉണ്ടാവും. ദൃഷ്ടിദോഷം മൂലമോ ശത്രുദോഷം മൂലമോ പരാജയ ഭീതിയുണ്ടാവും. സാമ്പത്തിക ചെലവുകളും ഏറും. മെയ് ജൂൺ മാസങ്ങളിൽ അഭീഷ്ട കാര്യസിദ്ധിയും സ്ഥാനലാഭവും
വ്യാപാരാദികളിൽ അഭിവൃദ്ധിയും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും ഉണ്ടാവും. ജൂൺ മാസത്തോടെ വ്യാഴം 6ലേക്ക് മറയുന്നുണ്ട്. 2ാം ഭാവാധിപനായ വ്യാഴം ധനസ്ഥിതിയെ ബാധിച്ചേക്കാം. എങ്കിലും ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്കാണ് കടക്കുന്നത്. ആയതിനാൽ വലിയ അപകടങ്ങൾ പറയാനില്ല. നേത്രരോഗ പീഡകളും യാത്രാക്ലേശങ്ങളും ബന്ധുജന വിരോധവും രോഗാദി ദുരിതങ്ങളും ഉണ്ടായേക്കാം. വർഷത്തിന്റെ അവസാന ലാപ്പിൽ പിതൃ-മാതൃ ജനാരിഷ്ടതകൾ ഏറും. ദാമ്പത്യ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാവും. അസ്വാരസ്യങ്ങൾ പതിവാകും. പുറത്തുനിന്നുള്ള വ്യക്തികളുടെ ഇടപെടലുകൾ ചിലർക്കെങ്കിലും ദാമ്പത്യ കുടുംബ സുഹൃത് ബന്ധങ്ങളിൽ വിള്ളലുകൾ തീർക്കും. വലിയ പ്രതിസന്ധികൾ നേരിടുന്നവർ നവഗ്രഹ പൂജയോ രാഹുകേതു പ്രീതിയോ വരുത്തുക. വിഘ്നങ്ങൾ നീങ്ങുവാൻ വിഘ്നേശ്വര ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടായേക്കാം. വിദൂര യാത്രകൾ നടത്തേണ്ട സാഹചര്യം ഉരുത്തിയും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യത്തെ മാസങ്ങളിൽ വിജയവും ഉയർച്ചയും ഉണ്ടാവും. പുതിയ കരാറുകളിൽ ലാഭവും കരാർ തൊഴിലാളികൾക്ക് ഉയർച്ചയും ഉണ്ടാവും. വിദേശത്തുള്ള സുഹൃത്തുക്കൾക്ക് വിരുന്നൊരുക്കുകയോ അവരുടെ സമാഗമമോ ഉണ്ടാവുകയോ ചെയ്യും. പുതിയ ഗൃഹം നിർമ്മിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും കാര്യങ്ങൾ പതുക്കെ മുന്നോട്ട് തന്നെ പോകും. ചാരവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായി ശാസ്താവിന് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനവും എണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശനീശ്വരന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക. വ്യായാമവും ധ്യാനവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ ഒഴിവാക്കുവാൻ സാമൂഹികമായ ഇടപെടലുകളും സുഹൃത്തുക്കളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. ദൈവികമായും സാമൂഹികമായും ആരോഗ്യകരമായും ദുഷിച്ച കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള ഊർജം സ്വയം നേടിയെടുക്കുക. അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 2026 നക്ഷത്രഫലം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ 1/4 ഭാഗം കുംഭൻ രാശിയിലും അവസാനത്തെ 1/4 ഭാഗം മീനൻ രാശിയിലുമാണ് ഈ നക്ഷത്രക്കാർക്ക് വരുന്നത്. ധനവാനായും ദാനധർമ്മങ്ങൾ കുറഞ്ഞവനായും സുഖലോല തൽപരരായും ആത്മവിശ്വാസമുള്ളവരായും കഠിനാധ്വാനികളായും നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവരായും ചെറിയ മാനസിക സംഘർഷങ്ങൾ പോലും സഹിക്കാൻ ശേഷിയില്ലാത്തവരായും ഭവിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാത്ത ഒരു പൊതു സ്വഭാവം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കണ്ടുവരാറുണ്ട്. ധാർമ്മികതയും സത്യസന്ധതയും ധൈര്യവും ആത്മീയതയും ഇവരുടെ സ്വഭാവമാണ്. നക്ഷത്രാധിപൻ വ്യാഴമാണ്. പക്ഷി മയിലാണ്. മൃഗം മനുഷ്യനാണ്. വൃക്ഷം മാവ് ആണ്. ഭൂതം ആകാശമാണ്. മനുഷ്യഗണമാണ് ഈ നക്ഷത്രത്തിന്. പുരുഷ നക്ഷത്രമാണിത്. വാളാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രന്റെയും ബുധന്റെയും ശുക്രന്റെയും ദശാപഹാര കാലങ്ങൾ നല്ലതായിരിക്കില്ല. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ രേവതി, ഭരണി, രോഹിണി എന്നിവയാണ്. 2026 ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ദോഷാധിക്യമുണ്ട്. 7.5 ശനിക്കാലം തുടരുകയാണ്. അത് വർഷം മുഴുവൻ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. കുംഭൻ രാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2ലാണ് ശനിയുള്ളത്. വാക്ക്, ധനം എന്നിവയെ ശനി ബാധിക്കുമെന്ന് സാരം. മീനം രാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മശനിയാണ്. അല്പം കാഠിന്യം കൂടും. 4ലും 5ലുമായി ചരം ചെയ്യുന്ന വ്യാഴം അനുഗ്രഹമാകാം. ശനിദോഷങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യാൻ ഇത് സഹായിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വർഷമാണിത്. പുണ്യകാര്യങ്ങളും ആത്മീയ യാത്രകളും നടത്തും. ആരോഗ്യ പ്രശ്നങ്ങൾ വർഷം മുഴുവനും അലട്ടുന്നതായിരിക്കും. ജനുവരി 2026 പിറക്കുമ്പോൾ ചാരവശാൽ മീനൻ രാശിക്കാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനിയും 4ൽ വ്യാഴവും 6ൽ കേതുവും 8ൽ ചന്ദ്രനും 9ൽ ബുധശുക്രന്മാരും കർമ്മസ്ഥാനമായ 10ൽ രവികുജന്മാരുമാണ് ഉള്ളത്. ശത്രുദോഷങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്തും ഉണ്ടായിരിക്കും. കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം എന്നിവയുണ്ടാകും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാവുമെങ്കിലും അവയൊക്കെ തരണം ചെയ്യുവാൻ പറ്റും. ഗൃഹനിർമ്മാണം തുടങ്ങും. ലോണുകളും വായ്പകളും വലിയ തടസ്സമില്ലാതെ പാസ്സായി കിട്ടും. വസ്തു കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കും. പുതിയ ആശയങ്ങളും പദ്ധതികളും രൂപപ്പെടുമെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിവെക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. വർഷത്തിന് തുടക്കത്തിൽ തന്നെ സാധ്യതകൾ തുറന്നു കിട്ടും. വിദേശവാസം കഠിനമായിരിക്കും. അവസരങ്ങൾ
2 തവണ വരില്ല എന്ന് മനസ്സിലാക്കി കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. സന്താനങ്ങൾക്ക് ഉയർച്ചയുള്ള വർഷമാണിത്. ജോലി കാത്തുകിടക്കുന്നവർക്ക് ജോലി ലഭിക്കും. മികച്ച മാർക്കുകൾ നേടി പരീക്ഷയിൽ വിജയം നേടും. മക്കളെ ഓർത്ത് അഭിമാനിക്കുവാനുള്ള വക ഈ വർഷമുണ്ടാവും. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇതിനുള്ള സൂചനകൾ ഉണ്ടാവും. ദുഷിച്ച കൂട്ടുകെട്ടുകളും ദുശ്ശീലങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാലമാണിത്. ദുശ്ശീലങ്ങൾക്ക് അഡിക്റ്റ് ആവാനുള്ള പ്രവണതയുണ്ടാവും. 12-ലെ രാഹുവും ജന്മശനിയും ദുശ്ശീലങ്ങളിലേക്കുള്ള വഴി തുറക്കുവാനുള്ള പ്രവണത കാട്ടും. ഗുരുസ്ഥാനീയരായവരും ജീവിത പങ്കാളികളും നല്ല സുഹൃത്തുക്കളും പൂരുരുട്ടാതി നക്ഷത്രക്കാരെ ദുർവ്യയങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും സ്നേഹത്തോടെ വിലക്കേണ്ട സമയമാണിത്. സന്താന ഭാഗ്യം ഉണ്ടാവുന്ന വർഷമാണിതെന്ന് അറിയുക. രോഗശാന്തിയും കുടുംബ ഐക്യവുമാണ് വർഷത്തിൻ്റെ അവസാന ലാപ്പിലുള്ളത്. കർമ്മരംഗം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ഗുണാധിക്യം തന്നെയാണ് ഉണ്ടാവുക. പ്രൊമോഷനോ ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലമാറ്റമോ പ്രതീക്ഷിക്കാം. മേലധികാരികൾക്ക് പ്രത്യേക താല്പര്യമുള്ള വ്യക്തിയായി മാറും. സാധാരണ തൊഴിലാളികൾക്കും കർമ്മഗുണമുള്ള വർഷമായിരിക്കും 2026. ജാതകത്തിൽ ശനി ദോഷസ്ഥാനത്തുള്ളവർ വാഹനങ്ങൾ, പണിയായുധങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപകടങ്ങൾ ഉണ്ടാവും. 2025 തന്നെ ഇതൊക്കെ ഫലത്തിൽ ഉള്ളതാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കുക, ആത്മീയ ബലം വർദ്ധിപ്പിക്കുക, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ദാനധർമ്മങ്ങളും ഈശ്വരചിന്തയും വർദ്ധിപ്പിക്കുക. ശാരീരികമായ ക്ഷീണങ്ങളെ അകറ്റാൻ വ്യായാമം ശീലമാക്കുക. മാനസികമായ അസ്വസ്ഥതകൾ അകറ്റാൻ ധ്യാനവും ശീലമാക്കുക. ഈ കാലവും കടന്നുപോകും എന്ന് മനസ്സിലാക്കുക. സർവാഭീഷ്ടകാരകനായ വ്യാഴം ശുഭസ്ഥാനത്ത് തുടരുന്നുണ്ടെന്ന് അറിയുക. ശേഷം കാര്യങ്ങൾ ശുഭകരമാണ്. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 പൊതുഫലം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വേദ ജ്യോതിഷത്തിലെ 26ാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി. പൂർണ്ണമായും മീനൻ രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണിത്. അപ്രിയ സത്യങ്ങൾ പോലും ഫലിതത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന, ശാസ്ത്രീയമായ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ധൈര്യശാലികളായിരിക്കും. ഹോരശാസ്ത്രം പറയുന്നത് നല്ല സംഭാഷണത്തോട് കൂടിയവനായും ധർമ്മബുദ്ധിയായും ശത്രുജേതാവായും ശാസ്ത്രാർത്ഥങ്ങളെ അറിയുന്നവനായും നല്ല പുത്രന്മാരോട് കൂടിയവനായും ഫലിക്കും എന്നാണ്. നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ്. മൃഗം പശുവാണ്. പക്ഷി മയിലാണ്. വൃക്ഷം കരിമ്പന. ഭൂതം ആകാശമാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. സ്ത്രീ യോനിയാണ്. ഇരട്ട കുട്ടികളാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ഇന്ദ്രനീലമാണ് അനുകൂലമായ രത്നം. 2026 അനുകൂലമായ നിറങ്ങൾ കറുപ്പ്, മഞ്ഞ എന്നിവയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വജ്രം ധരിക്കാൻ അനുകൂലമായല്ല വിശ്വസിക്കപ്പെടുന്നത്. ഇവർക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. 2025 അവസാന കാലഘട്ടത്തിൻ്റെ ഫലങ്ങൾ അതുപോലെ 2026 തുടക്കത്തിലും തുടരുന്നുണ്ട്. ജന്മശനിയും 4-ൽ വ്യാഴവും 6-ൽ കേതുവും 8-ൽ ചന്ദ്രനും ഭാഗ്യസ്ഥാനമായ 9-ൽ ബുധശുക്രന്മാരും കർമ്മസ്ഥാനമായ വ്യാഴക്ഷേത്രത്തിൽ രവികുജന്മാരും വ്യയസ്ഥാനമായ 12-ൽ രാഹുവുമാണ് 2026 തുടക്കത്തിലെ ഗ്രഹനില. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിദേശയാത്രാവസരങ്ങൾ വന്നു ചേരുകയും വ്യവഹാര വിജയവും സഹോദരസ്ഥാനീയർക്ക് ഉയർച്ചയും സഹായ ഗുണങ്ങളും ഉണ്ടാവും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാജ്യബഹുമാന്യതയും കുടുംബസൗഖ്യവും വ്യാപാര വർധനയും കാണുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ പുത്രസുഖവും പുത്രഭാഗ്യവും സന്താനസ്ഥാനീയർക്ക് ഉയർച്ചയും ഉണ്ടാവും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ശത്രുദോഷങ്ങൾ ഉണ്ടാവുമെങ്കിലും ശത്രുനാശം ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ്. ദോഷങ്ങളെല്ലാം ഈശ്വരാധീനം കൊണ്ട് സ്വയം ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടാകും. അപവാദങ്ങൾ പറയുന്നവരെ വിശ്വസിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുക. 6-ലെ കേതു അപവാദങ്ങളും ഇല്ലാകഥകളും ഉണ്ടാക്കും. സത്യം മാത്രം ശ്രദ്ധിക്കുക. അവയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുക. ശിരോരോഗങ്ങളും പ്രമേഹാദി രോഗങ്ങളും മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. വർഷം മുഴുവൻ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. കർമ്മരംഗം ശോഭനമായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ കഠിനാധ്വാനം ചെയ്യേണ്ട സാഹചര്യമുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെയോ ഉന്നത അധികാരികളുടെയോ പ്രീതിക്ക് പാത്രമാകും. അനാവശ്യ തർക്കങ്ങളും തെറ്റായ കൂട്ടുകെട്ടുകളിലും ദുശ്ശീലങ്ങളിലും ചെന്ന് ചാടാതിരിക്കുക. മാനസിക ശാരീരിക ആരോഗ്യകാര്യങ്ങളിൽ തൃപ്തികരമായ അവസ്ഥയല്ല ഉള്ളത്. അനാവശ്യ തർക്കങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുക. മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും അത് വഴിവെക്കുകയും മാനഹാനി, ധനനഷ്ടം എന്നിവ ഉണ്ടാവുകയും ചെയ്യും. ഇത് വർഷം മുഴുവനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജന്മശനിയും 6-ലെ കേതുവും
12-ലെ രാഹുവും അതിനുള്ള ശക്തമായ സൂചനകളാണ് നൽകുന്നത്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ദാമ്പത്യബന്ധം പുഷ്ടിപ്പെടുകയും ഊഷ്മളമാവുകയും ചെയ്യും. കുടുംബ ബന്ധങ്ങളിലും ഐശ്വര്യവും സന്തോഷവും നിഴലിക്കും. ഉല്ലാസയാത്രകളോ ഭാര്യാബന്ധു സംഗമങ്ങളോ ഭാര്യ വീട്ടിൽ മംഗളകർമ്മങ്ങളോ ഒക്കെ ഈ സമയത്തെ സവിശേഷതകളാണ്. വിദ്യാർത്ഥികൾ പലതരം പരീക്ഷണങ്ങൾ നേരിടുന്ന കാലമാണിത്. കഠിനാധ്വാനം കാലം ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാത്തവർ പുറന്തള്ളപ്പെട്ടേക്കാം. ഏകാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയമാണിത്. വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ പൊതുവെ സുഖദോഷ സമ്മിശ്രമായിരിക്കും. ഡിസംബർ 5-ലെ രാഹുമാറ്റം ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയേക്കാം. 2026 പൊതുവെ ആത്മീയ കാര്യങ്ങൾക്കും ഈശ്വരാധീനത്തിലും അധിഷ്ഠിതമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുക. ഇത് ആഘോഷിക്കുവാനുള്ള വർഷമല്ല എന്ന് മനസ്സിലാക്കുക. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ശനിയാഴ്ച വ്രതം എടുക്കുക. ഗുരുവായൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവുമാണ് മുന്നോട്ടുള്ള വഴി നിശ്ചയിക്കപ്പെടുന്നതെന്ന് അറിയുക. രേവതി നക്ഷത്രക്കാരുടെ 2026-ലെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ജ്യോതിഷത്തിലെ അവസാനത്തെ 27ാമത്തെ നക്ഷത്രമാണ് രേവതി. മീനം രാശിയിൽപ്പെട്ട നക്ഷത്രമാണിത്. മീനം രാശിയിൽ 16 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്ര സമൂഹമാണിത്. പ്രകാശവാഹകൻ എന്നറിയപ്പെടുന്ന നക്ഷത്രമാണിത്. ഈ നക്ഷത്രക്കാർ ദയാലുക്കളും സൗന്ദര്യത്തെ ആരാധിക്കുന്നവരും ആത്മീയതയിൽ വിശ്വാസമുള്ളവരും ശുഭാപ്തി വിശ്വാസമുള്ളവരും ആയിരിക്കും. സൗമ്യ സ്വഭാവമായിരിക്കും ഇവരുടേത്. നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. മൃഗം ആനയാണ്. പക്ഷി മയിലാണ്. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണിത്. പുരുഷ നക്ഷത്രമാണ്. മത്സ്യമാണ് ചിഹ്നം. ഇവർക്ക് അനുകൂലമായ രക്തം മരതകമാണ്. 2026-ൽ പച്ച, മഞ്ഞ എന്നീ നിറങ്ങളിൽ ഇവർ ശോഭിക്കും. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ ഭരണി, രോഹിണി, തിരുവാതിര, ചോതി, ചിത്തിര, വിശാഖം, തുലാം രാശി എന്നിവയാണ്. ചന്ദ്രന്റെയും ശുക്രന്റെയും രാഹുവിന്റെയും ദശാപഹാര കാലങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലതായിരിക്കില്ല. 2026 വലിയ മാറ്റങ്ങളുടെയോ പരിണാമങ്ങളുടെയോ കാലമാണെന്നൊന്നും പറയാനില്ല. കുടുംബത്തിൽ ഈശ്വരാധീനം ഉണ്ടാവും. കണ്ണിൽ തറിക്കേണ്ടത് പുരികത്തിൽ തട്ടി ഒഴിയുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും. ശത്രുക്കൾ ഏറുമെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു രക്ഷാകവചമുണ്ടാകും. വർഷത്തിൻ്റെ ആദ്യ നാളുകളിൽ കർമ്മ പുരോഗതിയും വാണിജ്യ ലാഭങ്ങളും പ്രതീക്ഷിക്കാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും. ആത്മീയതയിലൂന്നിയ മനഃശാന്തി ഉണ്ടാവും. ജീവിത പങ്കാളിയിൽ നിന്നും സാമ്പത്തിക സഹകരണവും സഹായങ്ങളും ലഭിക്കും. ഭാര്യയുടെ പൂർവിക സ്വത്ത് ഭാഗം വെച്ച് കിട്ടുവാനുള്ള സമയമാണിത്. സന്താന ഭാഗ്യമുണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ചയും അവരെ ഓർത്ത് അഭിമാനിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും. മത്സര പരീക്ഷകളിൽ, കലാകായിക മത്സരങ്ങളിൽ വിജയം എന്നിവ കാണുന്നു. പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് ശേഷം മായികമായ പല കാര്യങ്ങൾക്കും സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് ചെലവാക്കും. ഇത് പിന്നീട് മനസ്താപത്തിന് ഇടയാക്കും. ഭാവിയിലേക്ക് വേണ്ട ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടി മാത്രം സമ്പാദ്യം ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം കഷ്ടനഷ്ടങ്ങൾ ഉറപ്പാണ്. വ്യയസ്ഥാനത്തെ രാഹു മായക്കാഴ്ചകളിൽ മയക്കി സമ്പാദ്യം ദൂർത്തടിപ്പിക്കുവാനുള്ള പ്രവണത കാണിക്കും. അതിനുള്ള സൂചനകളും ചാരവശാലുണ്ട്. ഗൃഹനിർമ്മാണത്തിനോ വസ്തു വാങ്ങുന്നതിനോ സമ്പാദ്യം ഉപയോഗിക്കുക. 7.5 ശനിക്കാലമാണെന്നറിയുക. ജന്മശനിയാണ്. ദോഷാധിക്യം ഉണ്ടാവും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനാപകടവും ആയുധങ്ങൾ കൊണ്ടുള്ള അപകടങ്ങളും ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളൊക്കെ താറുമാറാവും. കുടുംബസ്ഥാനത്തുള്ള വ്യാഴം അനുഗ്രഹമാണ് നൽകുന്നതെങ്കിലും ജന്മശനി നിസ്സാരമായിരിക്കില്ല എന്ന് സാരം. ഈ സമയങ്ങളിൽ പുതിയ കരാറുകളിലോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത്. അഥവാ സാഹചര്യം വലുതാണെങ്കിൽ 2026 ജൂലൈ മാസത്തിന് ശേഷം മാത്രം അതിന് മുതിരുക. പിതൃ സ്വത്തൊക്കെ കയ്യിൽ വരുന്ന കാലമാണിത്. സഹോദര സ്ഥാനീയരോട് അനാവശ്യ കലഹങ്ങൾ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. നിങ്ങളുടേതല്ലാത്ത പല പ്രവൃത്തികൾ കൊണ്ടും ശത്രുക്കൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ഏകാഗ്രത നഷ്ടപ്പെടാം. ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുക. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുക. ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം. നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുതകുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും സ്വയം മാറി നിൽക്കുക. മാതാപിതാക്കൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ട വർഷമാണിത്. ലഗ്നത്തിലെ ശനിക്ക് 7ലേക്ക് ദൃഷ്ടിയുണ്ട്. ദാമ്പത്യ ബന്ധങ്ങളിൽ ഇത് വിള്ളലുകൾ വീഴ്ത്താം. കാര്യങ്ങൾ സഹിഷ്ണുതയോടെയും രമ്യമായും കൈകാര്യം ചെയ്യുക. സർവേശ്വരകാരകനായ വ്യാഴം കുടുംബക്ഷേത്രത്തിൽ ഉണ്ട് എന്ന് ആത്മവിശ്വാസം കൈവിടാതെ ഇരിക്കുക. വർഷത്തിൻ്റെ അവസാനത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്. അടുക്കും ചിട്ടയോടെയും ആത്മീയതയിലൂന്നിയും
ഈശ്വരാധീനം വർദ്ധിപ്പിച്ചും ലഹരിയും ചീത്ത കൂട്ടുകെട്ടുകൾ പാടെ ഉപേക്ഷിച്ചും കൃത്യമായ വ്യായാമത്തോടെയും മെഡിറ്റേഷനുകൾ ചെയ്തും പ്രതികൂലമായ കാലത്തെ അതിജീവിക്കുക. ഈ സമയവും കടന്നുപോകും എന്ന് മനസ്സിലാക്കുക. ശനിയാഴ്ച വ്രതം എടുക്കുക. ശാസ്താവിന് നീരാഞ്ജനവും എണ്ണയും സമർപ്പിക്കുക. രാഹുപ്രീതി വരുത്തുക. കുടുംബ ദാമ്പത്യ ക്ഷേമത്തിനായി ഗുരുവായൂരപ്പനോട് മനം നിറഞ്ഞ് പ്രാർത്ഥിക്കുക.